ബൈബിൾ സർവേയുടെ ക്ലാസ് തുടരാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുറപ്പാട് പുസ്തകം പഠിക്കാനായിട്ട് ആരംഭിച്ചു. പുറപ്പാട് പുസ്തകത്തിൻ്റെ ഡിവിഷൻ കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരുന്നു. എല്ലാവരും കാണാതെ പഠിച്ചുവെന്ന് ഞാൻ കരുതുന്നു. പുറപ്പാട് പുസ്തകം പുറപ്പാടുകളുടെ പുസ്തകമാണ് എന്ന് പറഞ്ഞത് കൂടാതെ എക്സഡസ് എന്ന് പറഞ്ഞാൽ ഗോയിങ് ഔട്ട്, ദ വേ ഔട്ട് എന്നാണ്. ആ പുസ്തകത്തിൽ പുറപ്പാടിൻ്റെ കാര്യം മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, വേറെയും ചില കാര്യങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. പുസ്തകത്തെ 3 ഭാഗങ്ങളായിട്ടാണ് തിരിക്കുന്നത്. 1 മുതൽ 18 വരെ പുറപ്പാടാണ്, 19 മുതൽ 24 വരെ ന്യായപ്രമാണമാണ്, 25 മുതൽ 40 വരെ സമാഗമന കൂടാരമാണ്. പുറപ്പാട് പുസ്തകം പഠിക്കാനായിട്ട് നമ്മൾ താല്പര്യപ്പെടുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും. കാരണം അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ സ്തേഫാനോസിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ അദ്ദേഹം എന്താണ് പുറപ്പാടെന്നുള്ളതും എങ്ങനെയാണ് ദൈവം ഇടപെട്ട് ഈ ജനത്തെ പുറപ്പെടുവിച്ചതെന്നുള്ളതും നമ്മൾ ക്ലാസ്സിൽ പഠിച്ച പല കാര്യങ്ങളും, 400 കൊല്ലത്തിൻ്റെ കാര്യം, 70 ആളുകളുടെ കാര്യം ഒക്കെ സ്തേഫാനോസ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പ്രസംഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്ന് വായിക്കാം എന്ന് വിചാരിക്കുന്നു. കാരണം എൻ്റെ ക്ലാസ് കേൾക്കുന്നതിനേക്കാൾ നല്ലത് ദൈവവചനം വായിച്ച് കേൾക്കുകയാണ്. എൻ്റെ വാക്കുകളേക്കാൾ ശക്തിയുള്ളത് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിനാണ്. പിന്നെ എല്ലാവരും വീട്ടിൽ പോയി വായിച്ചോളാം എന്ന് പറഞ്ഞാൽ പലരും വായിക്കുകയാണെന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് ഒന്ന് വായിച്ച് കേൾപ്പിച്ച് വിട്ടാൽ അത് മനസ്സിലൊന്ന് തങ്ങും എന്നുള്ളത് കൊണ്ട് നമുക്ക് 7-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ കുറേ വാക്യങ്ങളൊന്ന് വായിക്കുന്നത് നന്നായിരിക്കും. ഒരുപാട് സമയമൊന്നും എടുക്കുകയില്ല, 5-8 മിനിറ്റ് അതിന് ആവശ്യം വരുള്ളൂ. നമുക്കൊരധ്യായം വായിക്കാൻ ഒത്തിരി സമയം വേണമെന്നുള്ളൊരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ വായിക്കുന്നു. പ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ താഴോട്ട്. ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പീൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസൊപ്പൊട്ടേമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി, നിൻ്റെ ദേശത്തെയും നിൻ്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കൽദയുടെ ദേശം വിട്ടു ഹാരാനിൽ വന്ന് പാർത്തു. അവൻ്റെ അപ്പൻ മരിച്ച ശേഷം ദൈവം അവനെ അവിടെ നിന്ന് നിങ്ങളിപ്പോൾ പാർക്കുന്ന ഈ ദേശത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു. അവനതിൽ ഒരു കാലടി നിലം പോലും അവകാശം കൊടുത്തില്ല. അവന് സന്തതി ഇല്ലാതിരിക്കെ അവനും അവൻ്റെ ശേഷം അവൻ്റെ സന്തതിക്കും അതിനെ കൈവശമായി നൽകുമെന്ന് അവനോട് വാഗ്ദത്തം ചെയ്തു. അവൻ്റെ സന്തതി അന്യദേശത്ത് ചെന്ന് പാർക്കും. ആ ദേശക്കാർ അവരെ അടിമയാക്കി 400 സംവത്സരം പീഡിപ്പിക്കും എന്ന് ദൈവം കൽപ്പിച്ചു. അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ ന്യായം വിധിക്കും. പുറപ്പാട് പുസ്തകം തുടങ്ങുന്നു കേട്ടോ. പുറപ്പാട് പുസ്തകം തുടങ്ങുന്നു. പുറപ്പാട് പുസ്തകത്തിലെ ആലോചനകൾ ഇവിടെ മുതലാണ് തുടങ്ങുന്നത്. അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ ന്യായം വിധിക്കും. അതിൻ്റെ ശേഷം അവർ പുറപ്പെട്ടു വന്ന് ഈ സ്ഥലത്ത് എന്നെ സേവിക്കും എന്ന് ദൈവം അരുളി ചെയ്തു. പിന്നെ അവന് പരിച്ഛേദന എന്ന നിയമം കൊടുത്തു. അങ്ങനെ അവൻ ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു. 8-ാം നാൾ പരിച്ഛേദന ചെയ്തു. ഇസ്ഹാക്ക് യാക്കോബിനെയും യാക്കോബ് 12 ഗോത്രപിതാക്കന്മാരെയും ജനിപ്പിച്ചു. ഗോത്രപിതാക്കന്മാർ യോസഫിനോട് അസൂയപ്പെട്ട് അവനെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു. എന്നാൽ ദൈവം അവനോടുകൂടെ ഇരുന്നു. സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ച് മിസ്രൈം രാജാവായ ഫറവോൻ്റെ മുമ്പാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു. അവനെ മിസ്രൈമിനും തൻ്റെ സർവ്വഗ്രഹത്തിനും അധിപതിയാക്കി വെച്ചു. മിസ്രൈം ദേശത്തിലും കനാനിലും എല്ലാം ക്ഷാമവും മഹാകഷ്ടവും വന്നാറെ നമ്മുടെ പിതാക്കന്മാർക്ക് ആഹാരം കിട്ടാതെയായി. മിസ്രൈമിൽ ധാന്യം ഉണ്ട് എന്ന് കേട്ടിട്ട് യാക്കോബ് നമ്മുടെ പിതാക്കന്മാരെ 1-ാം പ്രാവശ്യം അയച്ചു. 2-ാം പ്രാവശ്യവും ജോസഫ് തൻ്റെ സഹോദരന്മാരോട് തന്നെത്താൻ അറിയിച്ചു. ജോസഫിൻ്റെ വംശം ഫറവോന് വെളിവായി വന്നു. ജോസഫ് ആളയച്ച് തൻ്റെ പിതാവായ യാക്കോബിനെയും കുടുംബത്തെയും ഒക്കെയും അവിടെ വരുത്തി. അവർ ആകെ 75 പേരായിരുന്നു. യാക്കോബ് മിസ്രൈമിലേക്ക് പോയി. അവനും നമ്മുടെ പിതാക്കന്മാരും മരിച്ചു. അവരെ ശേഖേമിൽ കൊണ്ടുവന്ന് ശേഖേമിൽ എമ്മോരിൻ്റെ മക്കളോട് അബ്രഹാം വില കൊടുത്ത് വാങ്ങിയ കല്ലറയിൽ അടക്കം ചെയ്തു. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്ത കാലം അടുത്തപ്പോൾ ജനം മിസ്രൈമിൽ വർദ്ധിച്ചു പെരുകി. ഒടുവിൽ ജോസഫിനെ അറിയാത്ത വേറൊരു രാജാവ് മിസ്രൈമിൽ വന്നു. അവൻ നമ്മുടെ വംശത്തോട് ഉപായം പ്രയോഗിച്ചു, നമ്മുടെ പിതാക്കന്മാരെ പീഡിപ്പിച്ചു. അവരുടെ ശിശുക്കൾ ജീവനോടിരിക്കരുത് എന്ന് വെച്ച് അവരെ പുറത്തെടുവിച്ചു. ആ കാലത്ത് മോശ ജനിച്ചു. ദിവ്യസുന്ദരനായിരുന്നു. അവനെ 3 മാസം അപ്പൻ്റെ വീട്ടിൽ പോറ്റി. പിന്നെ അവനെ പുറത്തിട്ടപ്പോൾ ഫറവോൻ്റെ മകൾ അവനെ എടുത്തു തൻ്റെ മകനായി വളർത്തി. മോശ മിസ്രൈമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു. വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. അവന് 40 വയസ്സ് തികയാറായപ്പോൾ ഇസ്രായേൽ മക്കളായ തൻ്റെ സഹോദരന്മാരെ ചെന്ന് കാണണം എന്ന് മനസ്സിൽ തോന്നി. അവരിൽ ഒരുത്തൻ അന്യായം ഏൽക്കുന്നത് കണ്ടിട്ട് അവന് തുണ നിന്നു. മിസ്രൈമിനെ അടിച്ചു കൊന്നു. പീഡിതനു വേണ്ടി പ്രതിക്രിയ ചെയ്തു. ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകും
എന്ന് സഹോദരന്മാർ ഗ്രഹിക്കുമെന്ന് അവൻ നിരൂപിച്ചു. എങ്കിലും അവർ ഗ്രഹിച്ചില്ല. പിറ്റന്നാൾ അവർ കലഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ അടുക്കൽ വന്നു. പുരുഷന്മാരെ, നിങ്ങൾ സഹോദരന്മാരല്ലോ, തമ്മിൽ അന്യായം ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തുവാൻ നോക്കി. എന്നാൽ കൂട്ടുകാരനോട് അന്യായം ചെയ്യുന്നവൻ അവനെ ഉന്തിക്കളഞ്ഞു. നിന്നെ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവുമാക്കിയതാർ? ഇന്നലെ മിസ്രയീമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവോ എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് മോശ ഓടിപ്പോയി മിദ്യാൻ ദേശത്ത് ചെന്ന് പാർത്തു. അവിടെ 2 പുത്രന്മാരെ ജനിപ്പിച്ചു. 40 ആണ്ട് കഴിഞ്ഞപ്പോൾ സീനായി മലയുടെ മരുഭൂമിയിൽ ഒരു ദൈവദൂതൻ മുൾപ്പടർപ്പിലെ അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. മോശ ആ ദർശനം കണ്ട് ആശ്ചര്യപ്പെട്ടു. സൂക്ഷിച്ചു നോക്കുവാൻ അടുത്ത് ചെല്ലുമ്പോൾ, ഞാൻ നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമായി അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നു എന്ന് കർത്താവിൻ്റെ ശബ്ദം കേട്ടു. മോശ വിറച്ചിട്ട് നോക്കുവാൻ തുനിഞ്ഞില്ല. കർത്താവ് അവനോട്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കളക. മിസ്രയീം ദേശത്ത് എൻ്റെ ജനത്തിൻ്റെ പീഡ ഞാൻ കണ്ടു അവരുടെ ഞരക്കവും കേട്ടു. അവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇപ്പോൾ വരിക, ഞാൻ നിന്നെ മിസ്രയീമിലേക്ക് അയക്കും എന്ന് പറഞ്ഞു. നിന്നെ അധികാരിയും ന്യായകർത്താവും ആക്കിയത് ആര് എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കി അയച്ചു. അവൻ മിസ്രയീമിലും ചെങ്കടലിലും 40 സംവത്സരം മരുഭൂമിയിലും അതിശയങ്ങളും അടയാളങ്ങളും ചെയ്തു അവരെ നടത്തിക്കൊണ്ടുവന്നു. ദൈവം നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ച് തരും എന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ മോശ അവൻ തന്നെ. സീനായ് മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവനും അവൻ തന്നെ. നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സിലാതെ അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് പിന്തിരിഞ്ഞു. അഹരോനോട്, ഞങ്ങൾക്ക് മുമ്പായി നടപ്പാൻ ദൈവങ്ങളെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് നടത്തിക്കൊണ്ടുവന്ന ആ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അന്നേരം അവർ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ ബിംബത്തിന് ബലി കഴിച്ചു. തങ്ങളുടെ കൈപ്പണിയിൽ ഉല്ലസിച്ചു കൊണ്ടിരുന്നു. ദൈവവും പിന്തിരിഞ്ഞു ആകാശത്തിലെ സൈന്യത്തെ ആരാധിപ്പാൻ അവരെ കൈവിട്ടു. താഴോട്ട് നിങ്ങൾക്ക് പിന്നെയും വായിക്കാം. നീ കണ്ട മാതിരിക്ക് ഒത്തവണ്ണം അതിനെ തീർക്കണം എന്ന് മോശയോട് അരുളി ചെയ്തവൻ കൽപ്പിച്ചതുപോലെ നമ്മുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ സാക്ഷ്യ കൂടാരം ഉണ്ടായിരുന്നു. നമ്മുടെ പിതാക്കന്മാർ അത് ഏറ്റുവാങ്ങി. ദൈവം നമ്മുടെ പിതാക്കന്മാരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ അവകാശത്തിലേക്ക് യോശുവയുമായി കൊണ്ടുവന്ന് ദാവീദിൻ്റെ കാലം വരെ വെച്ചിരുന്നു. അവന് ദൈവത്തിന് മുമ്പായി കൃപ ലഭിച്ചു. യാക്കോബിൻ്റെ ദൈവത്തിനൊരു വാസസ്ഥലം ഉണ്ടാക്കുവാൻ അനുവാദം അപേക്ഷിച്ചു. ശലോമോൻ അവനൊരു ആലയം പണിതു. അപ്പോൾ അവിടം വരെ പുറപ്പാട് പുസ്തകത്തിൻ്റെ കാര്യങ്ങളാണെന്നുള്ളത് ഈ വായിച്ച് കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞു കാണും എന്ന് ഞാൻ കരുതുന്നു. പുറപ്പാട് പുസ്തകത്തിൽ നേരിട്ട് വായിക്കുന്ന കാര്യങ്ങളെക്കാൾ അല്പം വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ പൊരുൾ തിരിച്ചുകൊണ്ടാണ് സ്തെഫാനോസ് സംസാരിക്കുന്നതെന്നുള്ളത് കൊണ്ട് പുറപ്പാട് പുസ്തകം വായിക്കാനും പഠിക്കാനും ശ്രമിക്കുന്നവർ ഈ ഭാഗം കൂടെ എടുത്തു വെക്കുന്നത് നന്നായിരിക്കും. അതിന് നിങ്ങളെ പ്രേരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഭാഗം ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. നമുക്ക് ക്ലാസ്സിലേക്ക് വീണ്ടും മടങ്ങി വന്നാൽ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്ന പുറപ്പാട് പുസ്തകത്തിൻ്റെ 3 ഭാഗങ്ങളിലും ദൈവത്തിൻ്റെ പ്രത്യക്ഷതയുണ്ട്, അല്ലെങ്കിൽ ദൈവം വെളിപ്പെടുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത് ഒന്നുകൂടെ ഓർക്കുക. പുറപ്പാടിൽ ദൈവത്തിൻ്റെ ശക്തി, ന്യായപ്രമാണത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധി, സമാഗമന കൂടാരത്തിൽ ദൈവത്തിൻ്റെ ജ്ഞാനം. എല്ലാവരും മടങ്ങി വന്നോ അതോ അപ്പോസ്തല പ്രവൃത്തിയിൽ ഇരിക്കുകയാണോ? മടങ്ങി വന്നിട്ടുണ്ട് പുറപ്പാട് പുസ്തകത്തിൽ. അപ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ പുറപ്പാട്, ന്യായപ്രമാണം, സമാഗമന കൂടാരം 1 മുതൽ 18 വരെ, 19 മുതൽ 24 വരെ, 25 മുതൽ 40 വരെ. അതിൽ പുറപ്പെടുവിച്ചതിൽ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ ശക്തിയുടെ വ്യാപാരമാണ്. ന്യായപ്രമാണം കൊടുത്തതിൽ കാണുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധിയാണ്. സമാഗമന കൂടാരത്തിൽ കാണുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചതാണ്. ദൈവത്തിൻ്റെ ശക്തി അവരെ പുതിയ ജീവനിലേക്കും പുതിയ സ്വാതന്ത്ര്യത്തിലേക്കും കൊണ്ടുവന്നു എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ദൈവത്തിൻ്റെ ന്യായപ്രമാണം അവരെ ന്യായപ്രമാണത്തിന് കീഴാക്കി അവർക്ക് ഉത്തരവാദിത്തങ്ങൾ കൊടുത്തു. സമാഗമന കൂടാരമാണെങ്കിൽ അവർക്ക് പുതിയൊരു സ്നേഹവും കൂട്ടായ്മയും ദൈവത്തോട് ഉണ്ടാക്കി കൊടുത്തു. അതൊരു വലിയ പദവിയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. വീണ്ടും തുടർന്ന് ചിന്തിക്കുകയാണെങ്കിൽ, പുറപ്പാട് ദൈവം നൽകിയപ്പോൾ, അല്ലെങ്കിൽ ജനത്തെ ദൈവം പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചപ്പോൾ ദൈവം ഒരു നേതാവിനെ എഴുന്നേൽപ്പിച്ചു. ആരായിരുന്ന നേതാവ്? ഡെലിവറർ, ഒരു വിമോചകനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ആ വിമോചകൻ്റെ പേരാണ് മോശ. അപ്പോൾ ദൈവം ഏത് ദൗത്യം ചെയ്യുമ്പോഴും അതിന് മുമ്പായിട്ട് ഒരു നേതാവിനെ എഴുന്നേൽപ്പിക്കുന്നത് സാധാരണമാണ്. നമ്മൾ ബൈബിൾ സർവേ പഠിക്കുന്നത് കൊണ്ട് 1-ാം അധ്യായത്തിൽ ഇവിടെ ഉണ്ടായ സാഹചര്യങ്ങളാണ് വിവരിച്ചിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ ആദ്യത്തെ 18 അധ്യായങ്ങൾ ഇപ്പോൾ പരിഗണിക്കുകയാണ്. അപ്പോൾ അതിൽ 1-ാമത്തെ അധ്യായത്തിൽ എങ്ങനെയാണ് ജോസഫിനെ അറിയാത്ത വേറൊരു രാജാവ് ഫറവോൻ ഉണ്ടായതെന്നും, ജനങ്ങൾ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്തതെന്നും, അവരെങ്ങനെ ഒരു വലിയ ജനമായി തീർന്നെന്നും, അവരോട്
പീഡനം രാജാവ് എങ്ങനെ ആരംഭിച്ചെന്നുള്ളതും ഇഷ്ടികയൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞ കാര്യങ്ങളുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. വായിച്ചവർക്കെല്ലാം ആ കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. എന്നാൽ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മോശയുടെ ജനനവും മോശയുടെ ആദ്യ 40 കൊല്ലത്തെ ജീവിത കാര്യങ്ങളുമാണ് എഴുതി വച്ചിരിക്കുന്നത്. ചാപ്റ്റർ 2 explains about the birth of Moses and the early life, the 40 years of Moses. ആ 40 കൊല്ലം എന്തെല്ലാം കാര്യം അത് സ്തേഫാനോസ് വിവരിച്ചത് നിങ്ങൾ കേട്ട് കാണും. മിസ്രൈമിലെ സകല ജ്ഞാനവും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ അവൻ മിടുക്കനായി തീർന്നു. ആ കാര്യങ്ങളൊക്കെ പഠിച്ച് അഭ്യസിച്ച് കൊള്ളാവുന്ന ഒരാളായിട്ടാണ് മോശ നിന്നത്. എന്നാൽ ആ കാലത്തെ ആൺകുഞ്ഞുങ്ങളെല്ലാം കൊന്നുകളയണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും മോശയെ എന്തുകൊണ്ടാണ് കൊല്ലാതിരുന്നത്? അങ്ങനെ കൊന്നു കളയണമെന്നൊരു റൂളുണ്ടായിരുന്നു. പക്ഷെ അത് കൊല്ലാതിരുന്നതിൻ്റെ കാരണം എന്തായിരുന്നു? നമ്മൾ പുറപ്പാട് പുസ്തകം വായിക്കുകയാണെങ്കിൽ അവൻ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട് എന്നാണ് നമ്മൾ വായിക്കുന്നത്. 2-ാം അധ്യായം പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ 2-ാം വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചോ? അപ്പോൾ എന്തായിരുന്നു അവൻ്റെ സൗന്ദര്യം? അവൻ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ വായിച്ചായിരുന്നു. ആ കാലത്ത് മോശ ജനിച്ചു, ദിവ്യസുന്ദരനായിരുന്നു. മീൻസ് ദർ വാസ് എ ഡിവൈൻ ഗ്ലോറി. സോ ദി പേരൻസ് വെയർ ഏബിൾ ടു സീ ഡിവിനിറ്റി ആൻഡ് എ പേർപ്പസ് ഓഫ് ഗോഡ് ബിഹൈൻഡ് മോസസ്. മോശ ജനിച്ചപ്പോൾ, ഞാൻ ബൈബിൾ സർവേ പഠിപ്പിക്കുന്നെങ്കിലും ഇടയ്ക്ക് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ പറയാറുണ്ട്. നമുക്കും പിള്ളേർ ജനിക്കാറുണ്ട്. പിള്ളേരെ നമ്മളെങ്ങനെ കാണുന്നത്, അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ദർശനങ്ങൾ ഉണ്ടാകാറുണ്ടോ, പേരെങ്ങനെ ഇടുന്നത് എന്നൊക്കെ ഉള്ളത് ചിന്തിക്കുന്നത് നല്ലതാണ്. ABCD നോക്കിയാണോ പേരിടുന്നത്, അതോ ഏതെങ്കിലും വേറെ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടോ? ഏതാണെങ്കിലും ഇവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും മോശയുടെ മാതാപിതാക്കന്മാർ ചെയ്തില്ല. കാരണം ദേ വർ ഏബിൾ ടു സീ എ ബ്യൂട്ടി, എ ഡിവിനിറ്റി. അവൻ ജനിച്ചു, അവൻ എങ്ങനെയുള്ളവനായിരുന്നു? സുന്ദരനായിരുന്നു. അവൻ്റെ സൗന്ദര്യം ഏത് തരത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ സ്തേഫാനോസിൻ്റെ വചനങ്ങൾ വായിച്ച് കേൾപ്പിച്ചത്. അവൻ ദിവ്യ സുന്ദരനായിരുന്നു. അപ്പം ഒരു ദിവ്യത്വം അവനിലുണ്ട്, ദൈവത്തിൻ്റെ ഒരു പദ്ധതി അവൻ്റെ പിന്നിലുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടാണ് രാജാവിൻ്റെ കൽപ്പന അനുസരിക്കേണ്ട എന്നവർ തീരുമാനിച്ചതും വ്യത്യസ്തമായിട്ടുള്ള ഒരു പദ്ധതിയിലേക്ക് അവർ പോയതും. എന്നാൽ രാജാവിൻ്റെ കൊട്ടാരത്തിൽ അഭ്യസിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ താൻ അഭ്യസിച്ചു. സമയം വന്നപ്പോൾ താൻ എന്ത് ചെയ്തു എന്നുള്ളത് എബ്രായ ലേഖനത്തിലുണ്ട്. എബ്രായ ലേഖനവും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കുന്നത് നന്നായിരിക്കും. എബ്രായ ലേഖനം 11-ാം അധ്യായം 23-ാം വാക്യം മുതൽ വായിക്കുകയാണെങ്കിൽ 29-ാം വാക്യം വരെ വായിക്കുമ്പോൾ എന്താണ് മോശയ്ക്ക് സംഭവിച്ചതെന്നുള്ളത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വചനം മുതൽ. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന് അമ്മയപ്പന്മാർ കണ്ടു. കണ്ടോ, ഈ 3 സ്ഥലങ്ങളിൽ ഇതെടുത്ത് പറയുന്നുണ്ട്. അമ്മയപ്പന്മാർ കണ്ട ഒരു കാര്യം, ശിശു സുന്ദരനായിരുന്നു. സുന്ദരൻ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അവൻ എന്ത് സൗന്ദര്യം ഉണ്ടായിരുന്നു? ദിവ്യസുന്ദരനായിരുന്നു. ഡിവിനിറ്റി വാസ് ദെയർ. അവൻ ദിവ്യസുന്ദരനായിരുന്നു എന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ, അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ എടുത്തു വയ്ക്കണം, അപ്പോഴാണിത് മനസ്സിലാകുന്നത്. രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പാപത്തിൻ്റെ തൽക്കാല ഭോഗമെന്ന് പറഞ്ഞാൽ രാജകൊട്ടാരത്തിൽ എല്ലാവിധമായിട്ടുള്ള സുഖസൗകര്യങ്ങളും ലഭ്യമായിരുന്നു. അതെല്ലാം അനുഭവിക്കുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ആർക്കുണ്ടായിരുന്നു? കാരണം മോശ ആരായിട്ടാണ് വളർന്നത്? രാജാവിൻ്റെ മകനായിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ രാജാവിൻ്റെ പുത്രിയുടെ മകൻ എന്ന് പറഞ്ഞാൽ രാജകുമാരൻ. രാജകുമാരനായിട്ട് അഡോപ്റ്റ് ചെയ്തതാണ്. എല്ലാ തരത്തിലും വിദ്യാഭ്യാസവും ട്രെയിനിങ്ങും എല്ലാം ലഭിച്ചിരുന്നത് കൊണ്ട് രാജകൊട്ടാരത്തിൽ ഏത് തരത്തിൽ വേണമെങ്കിലും ജീവിക്കുന്നതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവകാശവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ബട്ട് ഹീ ടുക്ക് എ പേഴ്സണൽ ഡിസിഷൻ. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അദ്ദേഹം വ്യക്തിപരമായിട്ട് ഒരു തീരുമാനമെടുത്തു. പണ്ട് അബ്രഹാം ചെയ്ത കാര്യം ഇത് തന്നെയാണ്. അബ്രഹാമിനോട് ദൈവം പുറപ്പെടാൻ പറഞ്ഞു. അബ്രഹാം വ്യക്തിപരമായിട്ട് പുറപ്പെടുവാൻ ഒരു തീരുമാനം എടുത്തു. നമ്മളൊക്കെ ഇതുപോലെ എടുക്കുന്ന ചില തീരുമാനങ്ങളാണ് പിൽക്കാലത്ത് നമ്മുടെ ജീവിതത്തെയൊക്കെ മാറ്റിമറിച്ചിട്ടുള്ളതെന്നുള്ളത് നിങ്ങൾ തിരിഞ്ഞു നോക്കിയാലും ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിലേക്ക് നോക്കിയാലും കാണാൻ കഴിയുകയില്ലേ. ലൈഫ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡിസിഷൻസ്. തീരുമാനങ്ങളിൽ അധിഷ്ഠിതമാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് ആരോ എടുത്തൊരു തീരുമാനമാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങളെ മാറ്റിമറിച്ചത്. നിങ്ങൾക്ക് എപ്പോഴോ ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ ഇങ്ങനെ തീരുമാനിക്കാൻ ഒരു കൃപ ദൈവം തന്നു. അത് നിങ്ങളുടെ തലമുറകൾക്കൊക്കെ അനുഗ്രഹമായിട്ട് വരും. നമ്മുടെയൊക്കെ തലമുറകൾക്കത് അനുഗ്രഹമായിട്ട് വരും. മോശയുടെ അമ്മയപ്പന്മാരെടുത്ത തീരുമാനം
അത് ഒരു ജനതയ്ക്ക് തന്നെ അനുഗ്രഹമായിട്ട് വന്നു. അബ്രഹാം എടുത്ത തീരുമാനം, ലോത്ത് എടുത്ത തീരുമാനം ചിന്തിച്ച് നോക്കുക. ലോത്ത് എങ്ങനെ തീരുമാനിച്ചത്? താൻ കണ്ണു പൊക്കി നോക്കിയിട്ട് നീരോട്ടമുള്ള സ്ഥലമൊക്കെ കണ്ടപ്പോൾ ഇതെല്ലാം കൊള്ളാം എന്ന് തീരുമാനിച്ചു. ആ തീരുമാനം അവനെ എവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചു? സോദോം ഗൊമോറയിലാണ് അവസാനിപ്പിച്ചത്. എന്നാൽ അബ്രഹാമിൻ്റെ തിരഞ്ഞെടുപ്പ് അവനെ എവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചു? തീരുമാനങ്ങളും തിരഞ്ഞെടുപ്പുകളും നടത്തുമ്പോൾ നാം ശ്രദ്ധയുള്ളവരായിരിക്കണം, ആത്മീകരായിരിക്കണം. ഇമ്പൾസീവായിട്ട് തീരുമാനിക്കാൻ പാടില്ല. വൈകാരികമായിട്ട് ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും വിളിച്ചു പറയുക, പെട്ടെന്ന് വിശ്വസിക്കുക, പെട്ടെന്ന് വിശ്വസിക്കാതിരിക്കുക. ഇത് മനുഷ്യ സഹജമാണ്. പക്ഷെ നമ്മളങ്ങനെ അതിനെ ഇമ്പൾസ് എന്ന് പറഞ്ഞത്, ഇൻസ്റ്റിങ്ക്റ്റ്, അത് ആനിമൽസിനുള്ള സാധനമാണ് അല്ലേ? ദേ ലിവ് ബൈ ഇൻസ്റ്റിങ്ക്റ്റ്. മൃഗങ്ങളൊക്കെ അങ്ങനെയാണ്, അവരുടെ ചേതന അനുസരിച്ചാണ്, അപ്പോൾ തോന്നുന്നത് പോലെയാണ് അവർ ചെയ്യുന്നത്. നമുക്കങ്ങനെ ആകാമോ? ഒരിക്കലും പാടില്ല. നാം പിന്നെ വായിച്ചു വരുമ്പം രൂപേനെക്കുറിച്ച് പറയുന്നുണ്ട്, അവന് ഘനമേറിയ മനോനിർണയങ്ങളുണ്ടായി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗൗരവമുള്ള തീരുമാനങ്ങൾ എപ്പോഴും ആവശ്യമുണ്ട്. ദൈവം നമ്മളെ അതിന് സഹായിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അതിനകത്ത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പക്ഷെ നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ തീരുമാനങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അമ്മയപ്പന്മാർ എന്ത് തീരുമാനിച്ചു? ഇവനെ കൊല്ലണ്ടെന്ന് തീരുമാനിച്ചു. ബിക്കോസ് ദേ വെർ ഏബിൾ ടു. നമ്മൾ ആരെക്കുറിച്ചാണ് പഠിക്കുന്നത്? മോസസിനെ കൊല്ലണ്ടെന്ന് തീരുമാനിച്ചു. എല്ലാവരെയും കൊല്ലണമെന്നാണ് ഓർഡർ. പക്ഷെ നമ്മൾ വായിച്ചത് അവർ രാജാവിൻ്റെ കൽപ്പന വിശ്വാസത്താൽ തിരസ്കരിക്കാൻ തീരുമാനിച്ചു. ദേ ഹാഡ് ഫെയ്ത്ത് ആൻഡ് ദേ ഡിസൈഡഡ് ബേസ്ഡ് ഓൺ ഫെയ്ത്ത് എന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. അവരുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസം. കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ് അവർ ജീവിച്ചത്. നമുക്ക് വായിക്കാം. 23-ാം വാക്യത്തിൽ നമ്മൾ പറഞ്ഞത്, ശിശു സുന്ദരൻ എന്ന അമ്മയപ്പന്മാർ കണ്ടു. അപ്പോൾ അവരുടെ ഉള്ളിൽ ഉണ്ടായ വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ, രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്തൊരു തീരുമാനമാണ്. പിന്നെ വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ താൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. തീരുമാനം, തെരഞ്ഞെടുപ്പ്. ശ്രദ്ധിക്കുക, തീരുമാനം നമ്മളെ എങ്ങോട്ട് നയിക്കുന്നു? തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കുന്നു. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു. തീരുമാനവും തെരഞ്ഞെടുപ്പുമാണ്. വേണമെങ്കിൽ ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെട്ട് അടുത്തൊരു രാജാവാകുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം തീരുമാനിച്ചു, അദ്ദേഹം തിരഞ്ഞെടുത്തു, അത് വേണ്ട, ഫറവോൻ്റെ പുത്രിയുടെ മകനല്ല ഞാൻ അങ്ങനെ ഇരിക്കേണ്ടവനല്ല എന്നുള്ളൊരു തീരുമാനവും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തെരഞ്ഞെടുപ്പും നടത്തിയതുകൊണ്ട് അവൻ മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണി. അതും അവൻ്റെ ഒരു തീരുമാനമാണ്. മിസ്രൈമിലെ നിക്ഷേപങ്ങൾ നമ്മളെ ആകർഷിക്കുന്നു. അപ്പോൾ അത് വേണമോ, അതോ നിന്ന, പരിഹാസം ഒക്കെ ഇങ്ങേപ്പുറത്തുണ്ട്. അത് കൊണ്ടുവരുന്ന ഒരു ധനമുണ്ട്. ഇതിലേത് വേണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തി. എന്നിട്ട് 27-ാം വാക്യം, വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ. കണ്ടോ, അവൻ ഈ തീരുമാനങ്ങളൊക്കെ എടുത്തത് എങ്ങനെയാണ്? ദൈവത്തോടു കൂടെയാണ്. അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. നമുക്കിങ്ങനെ ഒരു അനുഭവം വേണം. നമ്മുടെ തീരുമാനങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ വൈകാരികമായിട്ട് പെട്ടെന്നുള്ള തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ ആയാൽ ഭയങ്കര അപകടമാണ്. അതിന് പകരം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നാം അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ദൈവത്തോട് ചേർന്ന് നിന്ന് തീരുമാനിക്കണം. ദൈവം നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അല്ലേ നല്ല നിർദ്ദേശങ്ങളും ഗൈഡൻസുകളും വഴികളും ഒക്കെ തുറന്നു തരും. പുസ്തകത്തിൽ തന്നെ അങ്ങനെ, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച്. പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, നമ്മളൊന്ന് ദൈവത്തോട് ചോദിക്കണം, ദൈവത്തിൻ്റെ വചനം ഒന്ന് വായിക്കണം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പം ഈ അപ്പന്മാരൊക്കെ, ഈ അമ്മയപ്പന്മാർ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് അവർക്ക് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ദൈവികമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാനും. മോശ അങ്ങനെ അമ്മ ഒരുപക്ഷെ മുലയൂട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മകനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നിരിക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വചനങ്ങളൊക്കെ അവൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് താൻ എന്ത് ചെയ്തത്? തീരുമാനങ്ങൾ എടുത്തത്. അതുകൊണ്ട് നമ്മളുടെ തീരുമാനങ്ങളും നമ്മുടെ പ്രതികരണങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. നാം സാധാരണ മനുഷ്യരെ പോലെ തീരുമാനിക്കുവാനും പ്രതികരിക്കുവാനും പാടില്ല എന്ന് ഈ ബൈബിൾ സർവേ പഠിക്കുന്നതിനിടയ്ക്ക് പ്രാക്ടിക്കൽ ലൈഫിന് വേണ്ടി ഞാൻ നിങ്ങളെ മോശയുടെ ജീവിതത്തിൽ നിന്ന് ഓർമ്മപ്പെടുത്തുന്നു. അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുക. പറ്റുമോ? അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ നമ്മൾ ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യേണ്ടി വരും? ഉറച്ചു നിൽക്കേണ്ടി വരും. അങ്ങനെ ഉറച്ചു നിൽക്കണം. രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു. രാജാവിൻ്റെ കോപം എന്ന് പറഞ്ഞാൽ രാജാവ് പുറകെ വന്നു, രാജാവിന് സൈന്യമുണ്ട്, രാജാവിന് ഒത്തിരി പോസിബിലിറ്റീസ് ഉണ്ട്. അതിനൊന്നും ഭയപ്പെടാതെ അവൻ മിസ്രയീം വിട്ടുപോന്നു. വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ
അവരെ തൊടാതിരിപ്പാൻ പെസഹയും ചോരത്തളിയും ആചരിച്ചു. ഡിസിഷൻസാണ്, തെരഞ്ഞെടുപ്പാണ്, തീരുമാനമാണ്, അല്ലേ? ദൈവം പറഞ്ഞ ഒരു ആലോചനയാണ് പെസഹ കുഞ്ഞാടിനെ അറുക്കുക, ചോരത്തളി ആചരിക്കുക. അത് വിശ്വാസത്തിൽ താൻ ചെയ്തു, അതിൻ്റെ എല്ലാം ഫലം താൻ അനുഭവിച്ചു എന്നാണ് നാം വായിക്കുന്നത്. 29 വിശ്വാസത്താൽ അവൻ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു, അത് മിസ്രയീമിൽ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. പിന്നെ യോശുവയുടെ കാര്യമാണ് താവോട്ട് പറയുന്നത്. അവർ ചുറ്റി നടന്നപ്പോൾ മതിൽ വീണു എക്സെട്ര. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം ഒരുമിച്ച് വെച്ച് വായിക്കുമ്പോഴാണ് മോശയെ ദൈവം എങ്ങനെയാണ് നയിച്ചതെന്നും മോശയുടെ മാതാപിതാക്കന്മാരുടെയും ഹൃദയത്തിൽ നടന്ന ചിന്തകൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ ഉള്ളതും നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നത്. അപ്പോൾ 1-ാം അധ്യായത്തിൽ ചരിത്രം, പൊതുവായിട്ട് ഈ മിസ്രയീം രാജ്യത്ത് നടന്ന കാര്യങ്ങളുടെ ഒരു പൊതുചരിത്രം. ഞാൻ ചരിത്രം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഉൽപ്പത്തിയിലേക്ക് ഓടിപ്പോയി. കാരണം അവിടെ അല്ലേ, ആ ചരിത്രമല്ല, ഈ നാട്ടിൽ നടന്ന ചരിത്രമൊക്കെ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലുണ്ട്. 2-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ നേരെ എങ്ങോട്ട് വരികയാണ്? ഈ ചരിത്രത്തിൻ്റെ ഗതി തിരിച്ചു വിടുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ജനനം, അദ്ദേഹത്തിൻ്റെ പേരാണ് മോശ. അദ്ദേഹത്തിൻ്റെ ജനനം, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാർക്ക് ദൈവം കൊടുത്ത കൃപ, അതിൻ്റെ അടിസ്ഥാനത്തിൽ മോശ എങ്ങനെ വളർന്നു വന്നു, മോശയുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു, ഈ കാര്യങ്ങളൊക്കെയാണ് ആദ്യത്തെ 2 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ തൻ്റെ പരിപാടികളൊന്നും വിജയിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ മോശ മിദ്യാനിലേക്ക് ഓടിപ്പോകുന്നു. ചാപ്റ്റർ 3 നിങ്ങൾ വായിച്ചു നോക്കിയാൽ മോശ അവിടുന്ന് ഓടി മിദ്യാനിലേക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവിടെ ചെന്നവൻ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആടുകളെ മേയിച്ചുകൊണ്ട് മിദ്യാൻ മരുഭൂമിയിലും അദ്ദേഹം എത്ര കൊല്ലം ഉണ്ടായിരുന്നു? 40 വർഷം ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് അവന് ദൈവം പ്രത്യക്ഷനായത്. ദൈവത്തിൻ്റെ പ്രത്യക്ഷതയുടെ വലിയ കാഴ്ച തനിക്കുണ്ടായത്. അപ്പോൾ അവിടെ ദൈവം പ്രത്യക്ഷനായി, ദൈവത്തിൻ്റെ കാൽപാദം കണ്ടു എന്നൊക്കെ നിങ്ങൾ വായിക്കുന്നുണ്ടെങ്കിലും നമ്മൾ പുതിയ നിയമത്തിൽ നിന്ന് 2 ഭാഗങ്ങൾ വായിച്ചിരുന്നു. പുതിയ നിയമത്തിൽ നിന്ന് മോശയ്ക്കുണ്ടായ ദൈവപ്രത്യക്ഷതയെക്കുറിച്ച് 2 ഭാഗങ്ങൾ വായിച്ചു. ഓർക്കുന്നുണ്ടോ? ഏതൊക്കെ പുസ്തകത്തിലാണ്? 1 അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം, 2 എബ്രായ ലേഖനം. അവിടെ 2 നമ്മൾ വായിച്ചത് ദൈവത്തിൻ്റെ ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. ആര് പ്രത്യക്ഷനായി? നിങ്ങളിനി വാക്യം ഞാനിപ്പോൾ എടുത്ത് തരുന്നില്ല, സമയം ലാഭിക്കാൻ, വീട്ടിൽ പോയി വായിച്ചാൽ മതി. ദൈവം പ്രത്യക്ഷമായെന്നല്ല പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ ഒരു ദൂതൻ. ഈ ദൂതൻ കർത്താവായ യേശുക്രിസ്തു ആകാനുള്ള സാധ്യത, അല്ലെ കർത്താവായ യേശുക്രിസ്തു ആണ്. ദൈവത്തെ അല്ല നമ്മൾ കണ്ടത്. ആരും ദൈവത്തെ ഒരു നാളും ഇന്നുവരെ കണ്ടിട്ടില്ല. അവനെ കാണിച്ചു കൊടുക്കുന്നത് അവൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രനാണ്. അവനെ പഴയ നിയമത്തിൽ ദൂതൻ അൻ ഏഞ്ചൽ എന്നാണ് വിവരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ കണ്ടു, എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ പറയാൻ ദൈവത്തെ കണ്ടവരാരും പിന്നെ ജീവിച്ചിരിക്കുകയില്ല. അപ്പോൾ മോശ ദൈവത്തെ കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കാണാവുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ കാണാൻ നമുക്കെല്ലാം ആഗ്രഹമുള്ളത് കൊണ്ടാണ് ദൈവം ആരെ അയച്ചത്? അല്ല, ദൈവം തന്നെ ഇങ്ങോട്ട് വന്നത്. അയച്ചതെന്ന് പറഞ്ഞാലൊന്ന് തിരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കെല്ലാം ആഗ്രഹമുണ്ട് ദൈവത്തെ കാണാനെന്ന് ദൈവത്തിന് മനസ്സിലായപ്പോൾ ദൈവം വിചാരിച്ചെന്നാൽ ഞാനൊന്ന് പോയി അവരെ ഒന്ന് കണ്ടേക്കാം, അവരെന്നെ ഒന്ന് കണ്ടോട്ടെ. പക്ഷേ കാണാവുന്ന തരത്തിലേ കാണിക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ സംഗതികളൊക്കെ പ്രശ്നമായി പോകുമെന്നുള്ളത് കൊണ്ട് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അവൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തി. മോശയ്ക്കും കിട്ടിയ വെളിപ്പാട് ആ തരത്തിലുള്ളൊരു വെളിപ്പാടാണെന്ന് നിങ്ങൾ പുതിയ നിയമം പരിശോധിച്ചാൽ മനസ്സിലാകും. അതിനാണ് ഞാൻ 2 ഭാഗങ്ങളും വായിച്ച് കേൾപ്പിച്ചത്. അവിടെ 2 ഉപയോഗിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. അത് ദൈവത്തിൻ്റെ പ്രത്യക്ഷത തന്നെയാണ്. അപ്പോൾ ഈ വാശി പിടിക്കുന്ന ആളുകൾക്ക് വേണ്ടിയായി പറഞ്ഞു. വാശി പിടിക്കാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല. ദൈവത്തെ കാണാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അക്ഷരത്തിൻ്റെ പ്രമാണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ദൈവത്തെ ആരും കാണാൻ പാടില്ല, കണ്ടാൽ പിന്നെ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആരും കാണാനും പാടില്ല. അല്ല, ദൈവത്തിന് കാണിച്ചു കൊടുത്തിട്ടൊന്ന് ജീവിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ നടക്കുകയല്ലേ? ആരും ചിന്തിച്ചിരുന്നു തോന്നുന്നു. ദൈവം തീരുമാനിക്കുകയാണ് ഒരുത്തനൊന്ന് കാണിച്ചും കൊടുക്കണം, അവനെ ഒന്ന്. അപ്പം നമ്മളാണോ തീരുമാനിക്കുന്നത്? ദൈവമാണോ തീരുമാനിക്കുന്നത്? ദൈവത്തിനെല്ലാം സാധ്യം കേട്ടോ. ഇനി ആരെങ്കിലും അത് ദൈവം തന്നെയായിരുന്നെന്ന് വാശി പിടിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം അതിനും കഴിയുന്നവനാണ് എൻ്റെ ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ഒന്നിലും കയറി വാശി പിടിക്കേണ്ട കാര്യമല്ല. ദൈവത്തിനുള്ളതൊക്കെ ദൈവത്തിന് വിട്ടുകൊടുത്തു തരാം. ദൈവം ചെയ്തിട്ട് ദൈവത്തിൻ്റെ വഴിക്ക്. ഏതാണെങ്കിലും മോശയ്ക്ക് ദൈവം എന്ത് ചെയ്തു? മോശ ദൈവത്തെ അന്വേഷിച്ച് പോയതല്ല, ദൈവം മോശയെ അന്വേഷിച്ച് വന്നു. എന്നിട്ട് മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടു, മോശയുടെ ദൗത്യം വെളിപ്പെടുത്തി. അതാണ് 3-4 അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. പക്ഷേ മോശ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ കൺവിൻസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് ദൈവവും മോശയുമായിട്ട് കുറച്ച് വാഗ്വാദം കുറച്ച് സമയത്തേക്ക് നടന്നു, അല്ലേ? മോശ എന്ത് പറഞ്ഞു? സംസാരിക്കാൻ.
ഞാൻ കുറച്ചുകൂടെ ഇമാജിനേഷൻ ഉപയോഗിച്ചിട്ടാണ് പറയാം. ദൈവത്തോട് പറഞ്ഞു, എൻ്റെ കർത്താവേ, ഞാൻ ഈ കഴിഞ്ഞ 40 വർഷമായിട്ട് ഈ ഒരൊറ്റ ആഗ്രഹത്തിൽ എനിക്കറിയാവുന്ന എല്ലാ അടവുകളും പയറ്റി നോക്കി പരാജയപ്പെട്ട ഒരു ഫീൽഡാണ്. ഇനി ഈ പണി ചെയ്യാൻ എന്നോട് വേറെ എന്ത് പണിക്ക് വേണമെങ്കിലും എന്നെ വിട്ടോ, ഈ ഒരൊറ്റ കാര്യം മാത്രം എന്നോട് പറയരുത്. ഐ ഹാവ് ട്രൈഡ് ആൻഡ് ഐ ഹാവ് ഫെയിൽഡ് ആൻഡ് ഐ ഡോണ്ട് വോണ്ട് ടു ഡു ദാറ്റ്. അപ്പോഴാണ് ദൈവം പറഞ്ഞത്, യു ആർ ദ ബെസ്റ്റ് കാൻഡിഡേറ്റ്. അങ്ങനെയാണെങ്കിൽ നീയാണ് ഇതിന് കൊള്ളാവുന്ന ഏറ്റവും നല്ല ആൾ. ഇതാണ് നമ്മുടെയും മോശയുടെയും വ്യത്യാസം. നമ്മൾക്ക് ഇതൊക്കെ കഴിയും, ഒന്നും കുഴപ്പമില്ലാന്ന് തോന്നുമ്പോൾ ദൈവം പറയും നിന്നെ കൊള്ളത്തില്ല എന്ന്. മനസ്സിലായോ? അല്ലെങ്കിൽ മോശയുടെ ജീവിതം നിങ്ങൾ പഠിച്ചാൽ 40ൻ്റെ 3 ഗുണിതങ്ങളാണ്. ആദ്യത്തെ 40 വർഷം മോശ എവിടെയായിരുന്നു? രാജകൊട്ടാരത്തിൽ. അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ധാരണ എന്താണെന്ന് ചോദിച്ചാൽ, ഐ എം സംബഡി, ഐ ക്യാൻ ഡു സർട്ടൺ തിങ്സ്, ഐ ഹാവ് പവർ, ഐ ഹാവ് നോളജ്. ഞാൻ ആരോ ആണ്, എനിക്ക് അധികാരമുണ്ട്, എനിക്ക് ശക്തിയുണ്ട്, എനിക്ക് ജ്ഞാനമുണ്ട്. അങ്ങനെ നമ്മൾ വായിച്ചത്, വാക്കിലും ജ്ഞാനത്തിലും ഒക്കെ സമർത്ഥനായി തീർന്നു. കായിക ബലമുണ്ട്. അത് തെളിഞ്ഞതാ അടിയൊക്കെ കൊടുത്തത്. ഒറ്റ അടിക്ക് കൊന്നുകളഞ്ഞു. തനിക്ക് തൻ്റെ ആശയങ്ങൾ പുഷ് ചെയ്യാനായിട്ട് അറിയാമായിരുന്നു. ഹി തോട്ട് ഓൾ ദോസ് തിങ്സ്. എന്നാൽ അനദർ 40 years ദൈവം അവനെ മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട് കുറേ ആടുകളെയൊക്കെ മേയിപ്പിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിപ്പിച്ചു. ഐ വിൽ മേക്ക് യു. അതങ്ങനെ മേക്ക് ചെയ്തപ്പോൾ പുള്ളിക്കാരനൊരു കാര്യം മനസ്സിലായി, എന്നെക്കൊണ്ട് ഒരു ചുക്കും നടക്കുകയില്ല. ദൈവം വിചാരിച്ചാലല്ലാതെ ഒരു ചുക്കും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുകയില്ല. നാടൻ ഭാഷയിൽ പറയുക കേട്ടോ, ഒരു ചുക്കെന്നൊക്കെ. നിങ്ങൾ നമ്മളെ കൊണ്ട് ഒന്നും നടക്കൂല എന്നുള്ള കാര്യം അദ്ദേഹത്തിന്, അല്ലെങ്കിൽ ഐ എം നോ ബഡി, ഐ കനോട്ട് ഡു എനിത്തിങ് എന്ന് അദ്ദേഹം കൺവിൻസ്ഡായി. അതാണ് ഈ ദൈവത്തോട് പറഞ്ഞത്. അല്ലാതെ വിക്കൊന്നുമല്ല പ്രശ്നം. വിക്കൊക്കെ പുള്ളി കണ്ടുപിടിക്കുന്നതാണ്. നമുക്ക് കൺവിക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഒഴിഞ്ഞു മാറാൻ വേണ്ടി ഇല്ലാത്ത 1000 കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും. അതേസമയം വേണമെന്ന് വിചാരിച്ചാൽ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി. അപ്പോൾ ഇത് വേണ്ട, എന്നെക്കൊണ്ട് പറ്റുകയില്ല എന്നുള്ളത് അദ്ദേഹം 100% കൺവിൻസ്ഡ് ആയതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ പണ്ടും വാക്സാമർത്ഥ്യമുള്ളവനല്ല, ഈ പണി ഞാൻ ചെയ്തു നോക്കിയതാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ. ഇതാണ് താഴ്മയെന്നൊക്കെ നമ്മൾ പറയുന്നത്. ഐ കനോട്ട് ഡു എനിത്തിങ് വിത്തൗട്ട് യു. നീ എന്നെ വിട്ടാലല്ലാതെ. അപ്പോൾ ദൈവം പറഞ്ഞു, നൗ യു ആർ ക്വാളിഫൈഡ്. എൻ്റെ സ്കൂളിൽ നീ പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ 40 കൊല്ലം എടുത്തു. നിന്നെ ഞാനൊന്ന് രൂപപ്പെടുത്തി. ഇനി ഐ ക്യാൻ യൂസ് യു ഫോർ അനദർ 40 years. അപ്പോൾ 80 കൊല്ലം പരിശീലിപ്പിച്ചിട്ടാണ് എത്ര കൊല്ലം ഉപയോഗിച്ചത്? 40 കൊല്ലം ഉപയോഗിച്ചത്. ഇനിയുള്ള 40 കൊല്ലക്കാലം അദ്ദേഹം ഇവരെ വിടുവിക്കുന്നതിനും ഇവരെ കൊണ്ടു നടക്കുന്നതിനും ചെങ്കടലിൽ കൂടിയൊക്കെ കൊണ്ടുപോയി അവരെ ന്യായപ്രമാണമൊക്കെ പഠിപ്പിച്ച് സമാഗമന കൂടാരം കൊടുത്ത് ആരാധനയുടെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച്, അതാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ പരിശീലന പരിപാടിയൊക്കെ നടക്കുന്ന ആദ്യത്തെ 2 ഘട്ടങ്ങളാണ് ഈ 4-ാം അധ്യായം വരെ നമ്മൾ വായിക്കുന്നത്. 5-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെ, 5 മുതൽ 11 വരെയുള്ള അധ്യായത്തിലേക്ക് ദൗത്യ നിർവഹണത്തിനായി ദൗത്യം ഏറ്റെടുത്ത മോശ മടങ്ങി വരുന്നതാണ് നമ്മൾ കാണുന്നത്. മടങ്ങി വന്ന് ഫറവോൻ്റെ അടുക്കൽ നിന്നു. അപ്പോൾ ദൈവം അവനോട് കൊടുത്ത വാഗ്ദത്തമൊക്കെ അവൻ്റെ കയ്യിലുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം വായിച്ചാൽ, ആകയാൽ നീ ചെല്ലുക, ഞാൻ നിൻ്റെ വായോടുകൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും എന്ന് അരുളി ചെയ്തു. അപ്പോൾ ദൈവം കമ്മീഷൻ ചെയ്ത് പറയാനുള്ള വാക്കുകളൊക്കെ കൊടുത്ത് ദൗത്യവും കൊടുത്ത് അവനെ ഫറവോൻ്റെ അടുത്തേക്ക് അയക്കുകയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മളവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നിട്ട് അവൻ്റെ പരാതിയും പരിഹരിക്കുന്നുണ്ട്. അവന് സംസാരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവന് സംസാരിക്കുന്നതിനൊരു ആളെ കൊടുത്തു. ആളുടെ പേര് അഹരോൻ. അപ്പോൾ അവിടെ ഒരു കാര്യം ഇപ്പം തന്നെ നോട്ട് ചെയ്ത് പോകുന്നത് നല്ലതാണ്. 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. യഹോവ മോശയോട് അരുളി ചെയ്തത്, നിന്റെ സഹോദരൻ അഹരോൻ നിനക്ക് പ്രവാചകനായിരിക്കും. എന്താ അതിൻ്റെ അർത്ഥം? 4:16 പുറകോട്ട് പോയി 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. നിനക്ക് പകരം അവൻ ജനത്തോട് സംസാരിക്കും. അപ്പോൾ ആരാ പ്രവാചകൻ? ആരാണ് പ്രവാചകൻ? പകരം സംസാരിക്കുന്നവൻ. പിടികിട്ടിയില്ല. 4:16 നിനക്ക് പകരം അവൻ ജനത്തോട് സംസാരിക്കും. വാസ്തവത്തിൽ സംസാരിക്കേണ്ടത് മോശയാണ്. മോശയ്ക്ക് പകരം സംസാരിക്കുന്ന ആളാണ് അഹരോൻ. അല്ലാതെ ഭാവിയെല്ലാം കാണുന്നവനല്ല. നമുക്ക് പ്രവാചകൻ എന്ന് കേട്ടാൽ ഉടനെ ഭാവി പറയുന്നവൻ എന്നൊരു ചിന്ത ഉള്ളത് കൊണ്ട് അതൊന്ന് തിരുത്തുന്നത് നല്ലതാണ്. പകരം സംസാരിക്കുന്നവൻ. ആർക്ക് പകരം സംസാരിക്കുന്നവൻ? ദൈവത്തിന് പകരം സംസാരിക്കുന്നവൻ. ഇവിടെ മോശയ്ക്ക് പകരം സംസാരിക്കുന്നത് ആരാണ്? അഹരോൻ. 4:16 7-ന്റെ 1 കൂടെ നിങ്ങൾ എടുത്തു വെച്ചാൽ
ആ കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അഹരോൻ നിനക്ക് പകരം സംസാരിക്കുമെന്ന് 4:16 7:1 അഹരോൻ നിനക്ക് പ്രവാചകനായിരിക്കും എന്നും പറഞ്ഞിരിക്കുന്നത് കൊണ്ട് പ്രവാചകൻ സമം പകരം സംസാരിക്കുന്നവൻ. ആരാണ് പ്രവാചകൻ? ഭാവി പറയുന്നവനല്ല, പകരം സംസാരിക്കുന്നവൻ. പക്ഷെ ആർക്ക് പകരമാണ് സംസാരിക്കുന്നത്? ആർക്ക് പകരമാണ് സംസാരിക്കുന്നത്? ഇവിടെ മോശയ്ക്ക് പകരം അല്ല. നമ്മൾ വെറും പ്രവാചകനെ എടുത്താൽ ദൈവവും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? ഭയങ്കര ചോദ്യം, ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യം എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ തന്നെ ആൻസർ ചെയ്തേക്കാം. നമ്മൾ സമയബന്ധിതമായിട്ട് ജീവിക്കുന്നു, ദൈവം സമയത്തിന് അപ്പുറത്താണ്. നമുക്ക് ഇന്ന് തന്നെ ഈ ക്ലാസ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരു നിശ്ചയമില്ല. ഇന്നലത്തെ കാര്യം ചോദിച്ചാൽ ഓർമ്മയില്ല. എന്നാൽ ദൈവത്തിന് സമയത്തിന് അപ്പുറത്തായതുകൊണ്ട് ആരംഭത്തിൽ തന്നെ അവസാനം അറിയാം. അതുകൊണ്ട് ദൈവം സംസാരിക്കുമ്പോൾ പാസ്റ്റ് ഉണ്ടാകും, പ്രസൻറ്റ് ഉണ്ടാകും, ഫ്യൂച്ചർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് വാശി പിടിക്കരുതെന്നേ പറഞ്ഞുള്ളൂ. നമുക്ക് ഒരു വാശി, പ്രവാചകനാണെങ്കിൽ എന്ത് മാത്രമേ പറയാൻ പാടുള്ളൂ? എന്ത് മാത്രമേ പറയാൻ പാടുള്ളൂ? അതുകൊണ്ട് നമ്മൾ പ്രവാചകൻ്റെ അടുക്ക് പോകുന്നു, വിസ ശരിയാകുമോ, ശരിയായാൽ ജോലി ഓക്കെ ആയിരിക്കുമോ, ഇതൊക്കെ നമുക്ക് അറിയണം എന്നുള്ളതാണ്. പക്ഷെ ഇതൊക്കെ ആർക്കറിയാം? ദൈവത്തിനറിയാം. എല്ലാം ദൈവത്തിനറിയാം, പാസ്റ്റും അറിയാം. പക്ഷെ ദൈവം സംസാരിക്കുമ്പോൾ കാലത്തിനപ്പുറത്ത്, കാലാതീതമായി സംസാരിക്കുന്നത് കൊണ്ട് അവിടെ പാസ്റ്റും ഇല്ല, പ്രസൻറ്റും ഇല്ല, ഫ്യൂച്ചറും ഇല്ല. അപ്പോൾ അതിൽ ഫ്യൂച്ചറൊന്നും പറയത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഈ പറഞ്ഞതെല്ലാം ഫ്യൂച്ചറാണെന്ന് തെറ്റിദ്ധരിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു ശവപ്പെട്ടി കാണുന്നു. അപ്പോൾ ശവപ്പെട്ടി ഇല്ല വെക്കേണ്ടതായിരുന്നു, അത് ഒഴിഞ്ഞുപോയി എന്നാണോ അതോ നാളെ ശവപ്പെട്ടിയിലാകുമെന്നാണോ? അതറിയാൻ പാടില്ല, അതാ പ്രശ്നം. ആർക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. മനസ്സിലായെങ്കിൽ സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ദൈവം സംസാരിക്കുന്നത് അതാണ്. പ്രവാചകന്മാർ ഓരോരുത്തരായി സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ എന്ന് 1 കൊരിന്ത്യർ ലേഖനം 14 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ആലോചനകളൊക്കെ നമ്മൾ ദൈവത്തോടാണ് എടുക്കേണ്ടത്. ഇനി നമ്മൾ പഠിച്ചു വരുമ്പം കാണും, നിങ്ങൾ കൈനോട്ടക്കാരൻ്റെ അടുക്കൽ പോകരുത്, ആഭിചാരകൻ്റെ അടുക്കൽ പോകരുത്, മന്ത്രവാദിയുടെ അടുക്കൽ പോകരുത്. എന്തുകൊണ്ട്? യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലുണ്ട്, ജനം ഭാവി അറിയേണ്ടതിന് എൻ്റെ അടുക്കലല്ലയോ വരേണ്ടത്. ജനം ഭാവി അറിയേണ്ടതിന്, ഭാവി എല്ലാം ആർക്കാ അറിയാവുന്നത്? ദൈവത്തിന്. എൻ്റെ അടുക്കൽ അല്ലയോ വരേണ്ടത്. പിന്നെ ഇതിനെ നിങ്ങൾ പ്രവാചകന്മാരുടെ അടുക്കലും കൈനോട്ടക്കാരുടെ അടുക്കലും പ്രശ്നക്കാരുടെ അടുക്കലും ഒക്കെ പോകുന്നതെന്ന്. അതുകൊണ്ട് ഈ പ്രവാചകൻ എന്നുള്ള പദം ഇപ്പം തന്നെ ഒന്ന് പഠിച്ചു പോകുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പം മോശ പറയും, എന്നെപ്പോലെ ഒരു പ്രവാചകനെ, നമ്മൾ വായിച്ചു അപ്പോസ്തല പ്രവൃത്തിയിൽ, എന്നെപ്പോലെ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു തരും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഭാവി പറയുന്ന ഒരാൾ വരും. അങ്ങനെയല്ല, ദൈവത്തിന് പകരം സംസാരിക്കുന്ന, ദൈവത്തിന് പകരം ഒരു പകരക്കാരനാണ് പ്രവാചകൻ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അതിന് പകരം ദൈവത്തെ വെളിപ്പെടുത്താനായിട്ട് ദൈവം അയച്ചതാണ് ആരെ? യേശു. ദൈവം തന്നെയാണ്, പക്ഷേ ദൈവം മനുഷ്യരൂപത്തിൽ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നതാണ്. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ കണക്ഷൻ എവിടെ കിടക്കുന്നതെന്നുള്ളത് ഈ പുസ്തകങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരണം. ഓക്കെ, 5 മുതൽ 11 വരെയുള്ള അധ്യായത്തിലെ വിഷയം എന്താണെന്നാണ് പറഞ്ഞത്? 5 മുതൽ വിഷയം പറഞ്ഞില്ല അല്ലേ? 5 മുതൽ 11 പറഞ്ഞുള്ളൂ. അല്ല, വായിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം 5 മുതൽ 11 വരെ എന്താണ് വിഷയം? ഫറവോൻ്റെ മുമ്പിൽ വന്നിട്ട് മോശ ദൈവം തന്നെ അയച്ചതാണ് എന്നുള്ളത് തെളിയിക്കുന്നതിനായിട്ട് പലതരത്തിലുള്ള ബാധകളും, അല്ലേ? അങ്ങനെ എത്ര ബാധകൾ അയച്ചു? അതെല്ലാം ഇപ്പം നമുക്ക് വിശദമായിട്ട് ഓരോന്നോരോന്ന് വായിച്ച് പഠിക്കാൻ സർവേ ക്ലാസ്സിൽ സമയമില്ലാത്തത് കൊണ്ട് അത് ഒന്ന് ഓടിച്ച് ഓർത്ത് വിട്ടാൽ മതി. എത്ര എണ്ണം അയച്ചു? 10 എണ്ണം. പറയാവോ എന്തൊക്കെയാണെന്നുള്ളത്? രക്തം, തവള, പേൻ. 3x3 പിന്നെ ഒരെണ്ണം കൂടി പറഞ്ഞാൽ മതിയല്ലോ. രക്തം, തവള, പേൻ ഒരു ഗ്രൂപ്പാണ്. പിന്നെ നായീച്ച, വെട്ടുക്കിളി, പുണ്ണ്, ദേഹത്ത് പൊങ്ങുന്ന പുണ്ണ്, അത് അനദർ ഗ്രൂപ്പാണ്. പിന്നെ അടുത്തത് കൽമഴ, കൂരിരുട്ട്, മൃഗസംഹാരം, അനദർ ഗ്രൂപ്പ്. ഇപ്പോൾ 3x3 9. ഇനി ഒരെണ്ണേ ബാക്കിയുള്ളൂ, അതെല്ലാവർക്കും അറിയാം. കടിഞ്ഞൂൽ സംഹാരം. അപ്പോൾ ഒന്നുകൂടെ പറയാം, അപ്പോൾ നിങ്ങൾക്ക് വേഗം പിടികിട്ടും. ആകെ 10 ബാധകളാണ്. ഇതിപ്പോൾ എൻ്റെ സഹായം ഇല്ലാതെ നിങ്ങൾക്ക് പുസ്തകത്തിൽ നിന്ന് കണ്ടുപിടിക്കാം. എങ്കിലും കേൾക്കാനുള്ളൊരു സുഖം ഉള്ളത് കൊണ്ട് ഒന്ന് പഠിച്ചു വെച്ചോ. രക്തം, തവള, പേൻ, ഓർമ്മയുണ്ടല്ലോ കഥയൊക്കെ. നായീച്ച, വെട്ടുക്കിളി, പുണ്ണ്, കൽമഴ, കൂരിരുട്ട്, മൃഗസംഹാരം, ആൻഡ് ഫൈനലി കടിഞ്ഞൂൽ സംഹാരം. ഇങ്ങനെ 10 ബാധകൾ അയച്ചു. എന്തിനാണ് ഈ 10 ബാധകൾ അയച്ചത്? ഈ 10 ഇത്രയും കഷ്ടപ്പെടുത്താതെ ഇവരെ അങ്ങ് വിടുവിക്കാൻ പാടില്ലായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു വചനം വായിച്ചത് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. 6-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചതാണ്, എങ്കിലും ഒന്നുകൂടെ വായിക്കാം. 6-ാം അധ്യായത്തിൻ്റെ
1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. എങ്കിലും തുടങ്ങാം നമുക്ക്. യഹോവ മോശയോട്, ഞാൻ ഫറവോനോട് ചെയ്യുന്നത് നീ ഇപ്പോൾ കാണും. ശക്തിയുള്ള കൈ കണ്ടിട്ട്, അതാണ് കാണേണ്ടത്. ശക്തിയുള്ള കൈ കണ്ടിട്ട് അവൻ അവരെ വിട്ടയക്കും. ശക്തിയുള്ള കൈ കണ്ടിട്ട് അവരെ തൻ്റെ ദേശത്ത് നിന്ന് ഓടിച്ചു കളയും. സോ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ കാണുന്നൊരു കാര്യം, ശക്തിയുള്ള കൈ, ദ പവർ ഓഫ് ഗോഡ്. ഇപ്പോൾ ഒരു കാര്യം മറന്നുപോയോ? പുറപ്പാടിൽ ദൈവത്തിൻ്റെ ഏത് സ്വഭാവമാണ് വെളിപ്പെട്ടത്? പുറപ്പാടിൽ ദൈവത്തിൻ്റെ ഏത് സ്വഭാവമാണ് വെളിപ്പെട്ടത്? ന്യായപ്രമാണത്തിൽ എന്താ വെളിപ്പെട്ടത്? വിശുദ്ധി. സമാഗമന കൂടാരത്തിൽ എന്താ വെളിപ്പെട്ടത്? ജ്ഞാനം. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ചോദിക്കും കേട്ടോ. ഉത്തരം പറഞ്ഞാൽ വേഗം മുമ്പോട്ട് പോകാം. അപ്പോൾ പുറപ്പാടിൽ എന്താ വെളിപ്പെട്ടത്? ദൈവത്തിൻ്റെ, അതാണ് ശക്തിയുള്ള കൈ കണ്ടിട്ട്, സ്ട്രോങ് പവർഫുൾ ഹാൻഡ്, ദൈവത്തിൻ്റെ ശക്തിയുള്ള കൈ. അപ്പം 3-ാം വാക്യം, ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും എങ്ങനെ വെളിപ്പെട്ടു? അത് ഫറവോനും വെളിപ്പെടണം. സർവശക്തിയുള്ള ദൈവമായി പ്രത്യക്ഷനായി. അപ്പം നമ്മുടെ ദൈവം ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു പോകുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ശക്തമായിട്ട് വരേണ്ട ഒരു ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, അവർ ഗോഡ് ഈസ് ആൻ ഓൾമൈറ്റി ഗോഡ്. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവം, അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല. അതൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തത്. എന്തിനാണ് ഈ ബാധകളൊക്കെ അയച്ചതെന്ന് ചോദിച്ചാൽ, ജസ്റ്റ് കൺവിൻസ് ദ പീപ്പിൾ ദാറ്റ് I am all powerful and I can do anything and everything is under my commandment. ഈ ഭൂമി മുഴുവനും എൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിലാണ്. എന്നാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. ഏത് കാര്യം വേണമെങ്കിലും എനിക്ക് ചെയ്യാൻ ഇത്ര നിസ്സാരമായിട്ട് സാധിക്കും, പിൻവലിക്കാൻ സാധിക്കും, സാഹചര്യങ്ങളെ മാറ്റാൻ സാധിക്കും, രൂപപ്പെടുത്താൻ സാധിക്കും. I am almighty God. ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. ഈ കാര്യം അവർക്ക് വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടിയാണ്, അല്ലാതെ അവരായിട്ട് വെറുതെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയല്ല. ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ദൈവം ചെയ്തത്. എന്നിട്ട് ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് 6-ാം വാക്യത്തിൽ നിന്ന് വായിക്കുകയാണെങ്കിൽ, ദൈവം 3 പദങ്ങൾ ഉപയോഗിച്ചല്ലോ. ഞാൻ നിങ്ങളെ മിസ്രൈമ്യരുടെ ഊഴിയവേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമത്തത്തിൽ നിങ്ങളെ വിടുവിച്ച് നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും. ഉദ്ധരിക്കും, വിടുവിക്കും, വീണ്ടെടുക്കും. ഈ 3 കാര്യങ്ങളാണ് ദൈവം ചെയ്യാം. അതിന് പവർ വേണം. ഇത് പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഓർത്തോണം, നമുക്കും ഇതുപോലൊരു ദൗത്യമുണ്ട്. ഇതൊരു ആലങ്കാരികമായിട്ടാണ് പഴയ നിയമം ഇപ്പോൾ നമുക്ക് ഇരിക്കുന്നത്. ഇത് നിഴലും പൊരുൾ പുതിയ നിയമത്തിലാണ്. ഫറവോൻ്റെയും പാപത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് ദൈവത്തിനെ ചിലരെയൊക്കെ വിടുവിക്കുവാൻ താല്പര്യമുണ്ട്. ആ ഒരു വർക്കാണ് ദൈവം നമ്മളെയൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവരെ വിടുവിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, എന്ത് വ്യാപരിക്കണം? അതാണല്ലോ പൗലോസ് പറഞ്ഞത്, ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന് എൻ്റെ ജ്ഞാനമോ എൻ്റെ വശീകരണ വാക്കുകളോ അല്ല, ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന്. അപ്പോൾ ഒരു പാപി രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, ഒരു രോഗി സൗഖ്യമാകണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വ്യാപരിക്കണം? ഇത് നമുക്ക് നല്ല ബോധം വേണം. നമ്മുടെ എന്തെങ്കിലും ഒരു മിനിസ്ട്രി വ്യാപരിച്ചാൽ പോരാ, നമുക്ക് എന്തെങ്കിലും ഒരു തോന്നലുണ്ടായാൽ പോരാ, ഒരല്പം സൈക്കോളജി പ്രയോഗിച്ചാൽ പോരാ, അതിനൊന്നും ആഴമില്ല. എന്നാൽ ആഴമായിട്ട് വ്യാപരിക്കേണ്ടത് ദൈവത്തിൻ്റെ ശക്തിയാണ്. പാപത്തെ അതിജീവിക്കുവാൻ, രോഗത്തെ സൗഖ്യമാക്കുവാൻ, പ്രകൃതി സാഹചര്യങ്ങളെ മാറ്റിമറിക്കുവാൻ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി. അപ്പോൾ ദൈവം ശക്തിയുള്ള കൈ അവിടെ വെളിപ്പെടുത്തിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ ജനത്തിനൊരു കാര്യം ബോധ്യപ്പെടണം. ഇവരെ വിടുവിക്കുകയും ഇവരെ ഇനി കൊണ്ടുപോകാൻ പോവുകയും ചെയ്യുന്ന ദൈവം മിസ്രൈമിൽ അവർ കണ്ടതുപോലെയുള്ള ദേവന്മാരോ അവർ തന്നെ സൃഷ്ടിച്ച ദൈവങ്ങളോ അല്ല, സർവശക്തനായ ദൈവമാണ്. ക്രിയേറ്റിംഗ് ഗോഡാണ്, അല്ലേ? സൃഷ്ടിക്കുന്ന ദൈവം, രൂപപ്പെടുത്തുന്ന ദൈവം, വിടുവിക്കുന്ന ദൈവം, ഉദ്ധരിക്കുന്ന ദൈവം, വീണ്ടെടുക്കുന്ന ദൈവം, എത്ര വിശേഷണങ്ങൾ വേണമെങ്കിലും പറയാം. ആ തരത്തിൽ അതിശക്തമായി നമുക്ക് വേണ്ടി വ്യാപരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ടാണ് പുരാതന ദൈവം നമ്മുടെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. ആ ദൈവമാണ് എന്നെയും നിങ്ങളെയും വിടുവിച്ചത്. ആ ദൈവമാണ് നമ്മളെയൊക്കെ നയിക്കുന്നത് എന്നുള്ളതും കൂട്ടത്തിൽ ഓർത്തു പോകുന്നത് നല്ലതാണ്. ഞാൻ ചില വാക്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. 8-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, ദൈവം ഇവരെ കൺവിൻസ്ഡ് ആകാൻ ആഗ്രഹിച്ച ഒരു കാര്യം. 8-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, ഞങ്ങളുടെ ദൈവമായ യഹോവയെ പോലെ ആരുമില്ല എന്ന് നീ അറിയേണ്ടതിന്. വൈ ഗോഡ് ഡിഡ് ഓൾ ദീസ് തിങ്സ്? എന്തിനാണ് ദൈവം ഇതൊക്കെ ചെയ്തത്? ഞങ്ങളുടെ ദൈവമായ യഹോവയെ പോലെ വേറെ ആരുമില്ല. അവിടെ
അവരാരാധിക്കുന്ന വേറെ ദൈവങ്ങളും അവർക്ക് വേറെ പലതരത്തിലുള്ള മതവിശ്വാസങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത്, അവർ കൺവിൻസ്ഡ് ആകേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്താണ്? ഞങ്ങളുടെ ദൈവമായ യഹോവയെ പോലെ ആരുമില്ല, നിന്നോട് സദൃശൻ ആരുമില്ല. നമ്മുടെ ദൈവം ഉന്നതനായിട്ടുള്ള ദൈവമാണ്, അതുല്യനായിട്ടുള്ള ദൈവമാണ്. ആ ഒരു കാര്യമാണ് ദൈവം കൺവേ ചെയ്യുന്നത്. 22-ാം വാക്യം, 8-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം. ഭൂമിയിൽ ഞാൻ തന്നെ യഹോവ എന്ന് നീ അറിയേണ്ടതിന്, ഭൂമിയിൽ ഞാൻ തന്നെ ദൈവം എന്ന് നീ അറിയേണ്ടതിന്, മറ്റാരുമില്ല എന്ന് നീ അറിയേണ്ടതിന്. 9-14, 9-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം കണ്ടോ? ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സർവ്വഭൂമിയിലും എന്നെപ്പോലെ മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യം വരേണ്ടതിന്. 18-11, 18-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. യഹോവ സകല ദേവന്മാരിലും വലിയവൻ എന്ന് ഞാനിപ്പോൾ അറിയുന്നു. അപ്പം ഈ ഒരു കാര്യം ദൈവം നമ്മളുടെ ഉള്ളിലേക്ക് കടത്തി വിടുന്നുണ്ടെന്നുള്ള കാര്യം ഓർത്തോണം. അവൻ സകല ദേവന്മാരിലും വലിയവൻ, അവനെപ്പോലെ ആരും ഇല്ല, അവൻ സർവശക്തനായ ദൈവം. ഇപ്പോൾ വായിച്ചത് 18-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യമാണ്. യഹോവ സകല ദേവന്മാരിലും വലിയവൻ. അവർ ഗോഡ് ഈസ് എ ഗ്രേറ്റ് ഗോഡ്, അവർ ഗോഡ് ഈസ് എൻ ഔസം ഗോഡ്. ആ കാര്യം. അപ്പോൾ നിങ്ങളിവിടെ ഒരു കാര്യം കൂടെ നിങ്ങളുടെ ഉള്ളിൽ ഈ ബൈബിൾ സർവേ പഠിക്കുമ്പോൾ ഉണ്ടായിരിക്കണം. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ മക്കളെ ദൈവം വിളിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? അബ്രഹാം വഴി ഒരു ജനതയെ തിരഞ്ഞെടുത്തത് എന്തിനായിരുന്നു? 3 കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞായിരുന്നു. 1, ദൈവത്തിൻ്റെ വചനം റിസീവ് ചെയ്യുക, അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുക, അതുവഴി കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വെളിപ്പെടുക. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് റിസീവ്ഡ് ആകുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുള്ള ഒരു ആഴമായിട്ടുള്ള അവബോധം എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചും നമ്മളെ സംബന്ധിച്ചും ദർ ഈസ് ഓൺലി വൺ ഗോഡ്, ഏക ദൈവ വിശ്വാസം. കാരണം ഇവർ ഈ കഴിഞ്ഞ 400 കൊല്ലം ആയിരുന്ന സാഹചര്യം ഏകദൈവ വിശ്വാസമുള്ള സ്ഥലമല്ല. യഹൂദന്മാരുടെ ലോകത്തിന് തന്നെയുള്ള ഏറ്റവും വലിയ സംഭാവന എന്താണ്? ഏകദൈവ വിശ്വാസം. നമുക്കൊരു ദൈവം മാത്രമേ ഉള്ളൂ, പല ദൈവങ്ങളില്ല, ഒരൊറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവം സർവശക്തനായ ദൈവമാണ്. ഈ ഒരു കാര്യം ഇവർക്കും ബോധ്യപ്പെടണം, യഹൂദന്മാർക്കും ബോധ്യപ്പെടണം. കാരണം ഇപ്പോൾ അവരിരുന്ന അന്തരീക്ഷത്തിൽ ആ അവബോധം ഇല്ലാത്ത പല കാര്യങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ആ ബോധ്യം ഉണ്ടാകണം, ഫറവോൻ ആ ബോധ്യം ഉണ്ടാകണം, ഇത് വായിക്കുന്ന നമുക്കും ഈ ബോധ്യം ഉണ്ടാകണം. ഈ കാര്യം നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയാണ് ദൈവം ഈ ബാധകളൊക്കെ അയക്കുവാനും ഈ തരത്തിൽ പ്രവർത്തിക്കുവാനും തീരുമാനിച്ചത്. അതല്ലാതെ ദൈവത്തിന് ഇവരെ വിടുവിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ല. ദൈവത്തിന് ഇങ്ങനെ അല്ലാതെ അവരെ വിടുവിക്കാൻ വിഷമമല്ലോ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വളരെ ഈസി ആയിട്ട് ഒരൊറ്റ വാക്കുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പരിഹരിക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ തരത്തിൽ ദൈവം ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ചില കാര്യങ്ങൾ നമ്മളെയും അവരെയും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഒന്നാമത് പഠിപ്പിച്ച കാര്യം ആണിപ്പോൾ ഞാൻ വായിച്ച് കേൾപ്പിച്ചത്, എന്നെപ്പോലെ വേറൊരു ദൈവം. അത് മാത്രമല്ല, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം. അപ്പോൾ അവിടെ ഒരുപാട് കോംപ്രമൈസസ് ഫറവോൻ സജസ്റ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഇപ്പം എല്ലാം ഞാൻ വായിപ്പിക്കുന്നില്ല. അവർ പലതരത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിച്ചില്ലേ? പുരുഷന്മാർ മാത്രം പോകുക, എല്ലാവരും പോകേണ്ട കാര്യമില്ല, മൃഗങ്ങളെ കൊണ്ടുപോകണ്ട, ഇങ്ങനെ ഒത്തിരി പറഞ്ഞതൊക്കെ വായിച്ചിട്ടുള്ളവർ മനസ്സിൽ കാണുന്നുണ്ടെങ്കിൽ, പക്ഷെ അവിടെ കോംപ്രമൈസ് ഇല്ലാതെ നിന്നുകൊണ്ടാണ് ഇതിനെല്ലാം ആത്മീയ അർത്ഥമുണ്ട്. ഇതിനെല്ലാം ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശം അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്നുണ്ട്. അതെല്ലാം ഫുൾഫിൽഡ് ആകണമെങ്കിൽ നമ്മൾ നമ്മളുടെ രീതിയിലല്ല, ദൈവം വെളിപ്പെടുത്തിയ രീതിയിൽ തന്നെ ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യേണ്ടതാണ്. അതിനകത്തൊന്നും കോംപ്രമൈസ് ഇല്ല. ആരാധനയുടെ കാര്യത്തിൽ എന്തില്ല, നമുക്ക് വെള്ളം ചേർത്ത് ഇങ്ങനെയാകാം അങ്ങനെയാകാം എന്നുള്ള തരത്തിൽ അതിനെ മാറ്റിമറിക്കാനായിട്ട് ഒക്കുകയില്ല. ദൈവത്തിൻ്റെ വെളിപ്പാടുകളെ പൂർണ്ണമായിട്ട് അനുസരിക്കണം. അതിൽ മോശ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. മോശ വളരെ കൃത്യതയോടുകൂടെ ആ കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നതിനായിട്ട് ജാഗ്രത പുലർത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞാനതെല്ലാം ഇപ്പോൾ പ്രസംഗിക്കുന്നില്ല, നിങ്ങൾക്ക് വായിക്കാം. ഞാനൊരു ഇൻസൈറ്റ് തരാൻ വേണ്ടി അത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എന്നാൽ 11ഉം 12ഉം അധ്യായങ്ങൾ വായിക്കേണ്ടത് ആവശ്യമാണ്. ശക്തിയുള്ള കൈയും അതുപോലെ തന്നെ രക്തവും, ഈ 2 കാര്യങ്ങളാണ്. ബ്ലഡ് ആൻഡ് പവർ. ഈ സാൽവേഷനിൽ, രക്ഷയിൽ, വിടുതലിൽ ഇൻവോൾവ് ആയിരിക്കുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1, ദ പവർ ഓഫ് ഗോഡ്, ആൻഡ് 2, ദ ബ്ലഡ്. കാരണം നമ്മൾ വിടുവിക്കപ്പെട്ടാൽ മാത്രം പോരാ, ക്ലെൻസിങ് നടക്കണ്ടേ. നമ്മൾ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. അതിന് ദൈവം ഉപയോഗിച്ചത് ശക്തിയുള്ള കൈ, പവർ കൊണ്ട് വിടുവിച്ചു. പക്ഷെ വിടുവിച്ച് പുറത്ത് വന്നപ്പോഴും എങ്ങനെ ഇരിക്കുന്നത്? പഴയ പാപപങ്കിലമായ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പം അതിനെന്ത് സംഭവിക്കണം? ക്ലെൻസിങ്, കഴുകൽ വേണം.
അപ്പോൾ ഈ കഴുകൽ എങ്ങനെയാണ് നടക്കുന്നത്? അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സോ ക്ലെൻസിങ് ബൈ ബ്ലഡ് ആൻഡ് ഡെലിവറൻസ് ബൈ പവർ, ഈ രണ്ട് കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. വിടുതലിൽ, പുറപ്പാടിൽ നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ട രണ്ട് കാര്യങ്ങൾ. ഗോഡ് ഡെലിവേഴ്സ് അസ് ത്രൂ പവർ, എ പവർഫുൾ ഹാൻഡ്. ശക്തിയുള്ള കൈകൊണ്ടാണ് ദൈവം നമ്മളെ വിടുവിക്കുന്നത്. ബട്ട് ആഫ്റ്റർ ഡെലിവറൻസ്, പലരും ആഫ്റ്റർ ഡെലിവറൻസ്, നമ്മുടെ നാട്ടിൽ ഡെലിവറൻസ് ഇല്ലാത്തതാണോ കുഴപ്പം? ഒന്ന് ഉണർന്നേ. നമ്മുടെ നാട്ടിൽ ഡെലിവറൻസ് ഇല്ലാത്തതാണോ കുഴപ്പം? അല്ല. ഗോഡ് ഈസ് എക്സ്പ്രസിങ് ഹിസ് പവർ ആൻഡ് സോ മെനി പീപ്പിൾ ആർ ഡെലിവേർഡ്. ബട്ട് ദെൻ വാട്ട് ഈസ് എ പ്രോബ്ലം? ദ ബ്ലഡ് ഈസ് നോട്ട് അപ്ലൈഡ്. അവരെ ഡെലിവർ ചെയ്തങ്ങ് വിടുക. ശാപമുക്തി, രോഗമുക്തി, കടഭാരങ്ങളിൽ നിന്ന് മുക്തി, എല്ലാം മുക്തി കൊടുത്തിട്ട് ഇവരെ എന്ത് ചെയ്യുകയാണ്? യെസ്, യു ക്യാൻ ഗോ, നൗ യു ആർ ഫ്രീ. എന്നിട്ട് പോയിട്ട് പിന്നെ എന്താ ചെയ്യുന്നത്? പണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ പിന്നെയും. ഇല്ല, ഞായറാഴ്ച ഇവിടെ വരണം, സ്തോത്രാഴ്ച ഇടണം, യു ക്യാൻ ഗോ. നോ, യു നീഡ് ടു ബി ക്ലെൻസ്ഡ് ആൻഡ് ഫോർ ക്ലെൻസിങ് യു നീഡ് ദ ബ്ലഡ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്ന കാര്യം? വിടുവിക്കപ്പെട്ടവർ വിശുദ്ധീകരിക്കപ്പെടണം. വിശുദ്ധീകരിക്കപ്പെടുവാൻ, അല്ലെങ്കിൽ നമ്മളെ അവിടെ 3 പദം ഉണ്ടായിരുന്നു: ഉദ്ധരിച്ചു, വിടുവിച്ചു, വീണ്ടെടുത്തു. എങ്ങനെ വീണ്ടെടുക്കുന്നത്? നമ്മെ വീണ്ടെടുത്തത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. പിന്നെ എന്തുകൊണ്ടാണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിഷ്കളങ്കവും നിർദോഷവുമായ പുണ്യാഹ രക്തത്താൽ അത്രേ. കാരണം നമുക്ക് വേണ്ടി ഗുണകരമായ കാര്യങ്ങൾ സംസാരിക്കുവാൻ ഹാബേലിൻ്റെ രക്തത്തെക്കാൾ വിലയേറിയ ഒരു രക്തം ദൈവസന്നിധിയിൽ വേണം. അത് മാത്രമല്ല, നാം ഇടയ്ക്കിടയ്ക്ക് പിന്നെയും പാപത്തിലേക്ക് മാറിപ്പോകാൻ എല്ലാ സാധ്യതകളും ഉള്ളവരാണ്. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ നമ്മെ വീണ്ടെടുത്തവൻ സ്വർഗത്തിൽ പിതാവിൻ്റെ അടുക്കൽ എന്നും സദാകാലത്തേക്കും ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ്, അവൻ്റെ രക്തം നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായതുകൊണ്ടാണ് നാം ഇങ്ങനെ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. സോ ഡെലിവറൻസ് ബൈ പവർ ആൻഡ് ക്ലെൻസിങ് ബൈ ബ്ലഡ്. നമ്മളെ വിടുവിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി, നമ്മെ ശുദ്ധീകരിക്കുന്നത് യേശുവിൻ്റെ രക്തം. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് 12-ാം അധ്യായം പെസഹായും ചോരത്തളിയും ആചരിച്ചു. അതുകൊണ്ട് 12-ാം അധ്യായം നമുക്ക് ഓടിച്ചൊന്ന് നോക്കിയിട്ട് ക്ലാസ് ചിലപ്പം അവസാനിപ്പിക്കാമായിരിക്കും ഇന്നത്തേത്. 12-ാം അധ്യായത്തിലാണ് നമ്മൾ 11-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിക്കാം. 11-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. അപ്പം അതാണ് കടിഞ്ഞൂൽ സംഹാരം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ 7-ാം വാക്യത്തിൽ പറയുകയാണ്, യഹോവ മിസ്രയീമ്യർക്കും ഇസ്രായേലിയർക്കും മധ്യേ വ്യത്യാസം വയ്ക്കുന്നു, അറിയേണ്ടതിന്. ഇസ്രായേൽ മക്കളുടെ മേൽ ഒരു നാ പോലും അനക്കാത്ത തരത്തിൽ സംഹാരദൂതൻ വരും. പക്ഷെ അവൻ എന്ത് ചെയ്യും? അവൻ നിങ്ങളെ കടന്നു പോകും. പാസ് ഓവർ അല്ലെങ്കിൽ പെസഹ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? കടന്നു പോകുക എന്നാണ്. സംഹാരദൂതൻ ദേശത്ത് കടന്നു വരും. പക്ഷെ അവിടെ രക്തം അടയാളമായിട്ട് പുരട്ടിയിട്ടുണ്ടെങ്കിൽ, ഈ പെസഹ ആചരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ സംഹാരദൂതൻ നമ്മെ പാസ് ഓവർ. ഇംഗ്ലീഷിൽ പെസഹ എന്നുള്ളതിന് പറയുന്ന പദം പാസ് ഓവർ. പാസ് ഓവർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളെ വിട്ട് അടുത്ത സ്ഥലത്തേക്ക് കടന്നു പോകുക എന്നാണ്. അപ്പോൾ ആ ദൂതൻ അവിടെ ഉണ്ട്, പക്ഷെ നമ്മളെ സ്പർശിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് വി ആർ എ ഡിഫറെൻറ്റ് ബ്രാൻഡ്. നമ്മൾ വേറൊരു ബ്രാൻഡ് ആയതുകൊണ്ടാണ്. ഈ ബ്രാൻഡ് എങ്ങനെ തിരിച്ചറിയുന്നത്? നമ്മൾ ഡിഫറെൻറ്റ് ബ്രാൻഡാന്ന് പറഞ്ഞ് മനസ്സിലായി കാണും. നമ്മളെല്ലാവരുടെയും കൂട്ടത്തിൽ ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം ജാതികളോടുകൂടെ എണ്ണപ്പെടുന്നതുമില്ല. എ സ്പെഷ്യൽ ബ്രാൻഡ്, ഒരു പ്രത്യേകതരം ആളുകളാണ്. അതുകൊണ്ട് അവിടെ അവർക്കതിനൊരു മുദ്രയുണ്ട്, ഒരു അടയാളമുണ്ട്. എന്താണ് അടയാളം? രക്തം അടയാളമായി പുരട്ടി. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയും കടന്നു വരുന്നു, ദൈവത്തിൻ്റെ ക്ലെൻസിങ്ങും കടന്നു വരും. ഇത് രണ്ടും വഴിയാണ് നമ്മെ വിടുവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മുടെ പെസഹ കുഞ്ഞാടും 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. പക്ഷേ ഈ പെസഹ കുഞ്ഞാട് ഒറിജിനലി അറുക്കപ്പെട്ടത് എങ്ങനെയാണെന്നുള്ളത് ഓടിച്ചൊന്ന് നോക്കണമല്ലോ. 12-ാം അധ്യായത്തിലേക്ക് വരാം. 3-ാം വാക്യം. 7 കാര്യങ്ങൾ അവിടെ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നു. 12-ന്റെ 3 പറയേണ്ടത് ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ടേക്ക് എ ലാം. ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആ സ്റ്റെപ്പുകളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ടേക്ക് എ ലാം, ഒരു ആട്ടിൻകുട്ടിയെ എടുക്കുക.
ആറാം വാക്യം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം, എടുക്കണം. എടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ല, ചിലരൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷെ എടുത്തതിനെ എന്ത് ചെയ്യണം? അറക്കണം. പിന്നെ 7-ാം വാക്യം, അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ രക്തം പുരട്ടണം, എടുക്കണം, അറക്കണം, രക്തം പുരട്ടണം. എന്തെങ്കിലും പുരട്ടിയാൽ പോരാ, രക്തം പുരട്ടണം. കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞു പോയാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും. എന്താണ് പെസഹ ആചരണം എന്ന് പറയുന്നത്? ഓരോരുത്തരും ഒരു ആട്ടിൻകുട്ടിയെ തനിക്ക് പകരം എടുക്കണം. താനാണ് മരിക്കേണ്ടത്, പക്ഷെ താൻ മരിക്കാതിരിക്കാനായിട്ട് ആര് ചാകണം, ആര് മരിക്കണം? അതാണ് നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. ഇവരെ സ്പർശിക്കാതെ സംഹാരദൂതൻ കടന്നു പോയത് എന്തുകൊണ്ട്? അവർക്ക് പകരം ഒരാട് മരിച്ചത് കൊണ്ട്. നമ്മളെ പിശാച് തൊടാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് പകരം ഒരുത്തൻ പക്ഷെ മരിച്ചാൽ മാത്രം പോരാ, എടുത്താൽ മാത്രം പോരാ, മരിക്കണം. പിന്നെ രക്തം പുരട്ടണം. 3-ാമത്തെ കാര്യം. 4-ാമത്തെ കാര്യം 8-ാം വാക്യം. 8-ാം വാക്യം ഒന്ന് വായിച്ചു. തിന്നണം പറഞ്ഞു കഴിഞ്ഞതാണ്, എങ്കിലും വാക്യം ഒന്ന് കണ്ടോട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിർത്തിയത്. എന്ത് ചെയ്യണം? പുരട്ടിയത് കൊണ്ട് തീർന്നില്ല, തിന്നണം. ഞാൻ അർത്ഥം കുറച്ച് കഴിയുമ്പം പറയാം. വീണ്ടും 8-ാം വാക്യം. എങ്ങനെ തിന്നണം? തിന്നണം, കയ്പ് ചീരയോടുകൂടെ അത് തിന്നണം. അപ്പം ഒരു സാധനം കൂടെ അവിടെ വന്നു, മനസ്സിലായോ? ഈ മാംസം മാത്രം തിന്നാൽ പോരാ, അതിൻ്റെ കൂടെ കയ്പ് ചീരയും കൂടി ഉണ്ടായിരിക്കണം. കയ്പ് ചീരയോടുകൂടെ അത് തിന്നണം. ഒരു കാര്യം കൂടെ 8-ാം വാക്യത്തിലുണ്ടല്ലോ, അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി തിന്നണമല്ലോ, മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം. അപ്പം പുളിപ്പില്ലാത്ത അപ്പം വേണം, കയ്പ് ചീര വേണം, ഈ മാംസം വേണം. 8-ാം വാക്യത്തിൽ 3 കാര്യങ്ങളുണ്ട്. ആദ്യം നിങ്ങൾ തിന്നണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പം എന്തിനെ തിന്നണം? ഈറ്റ് ദ ലാംബ്, ഈറ്റ് ദി അൺലിവൻ ബ്രെഡ് ആൻഡ് ഈറ്റ് ദ ബിറ്റർ ഹെയർ. 3 സാധനങ്ങൾ കഴിക്കണം. എന്തൊക്കെയാണ് കഴിക്കേണ്ടത്? 1 ഈ അറുത്ത ആടിനെ കഴിക്കണം. 2 പുളിപ്പില്ലാത്ത അപ്പം കഴിക്കണം. 3 കയ്പ് ചീര കഴിക്കണം. എന്നിട്ട് 11-ാം വാക്യം 7-ാമത്തെ കാര്യം. 6 കാര്യങ്ങളായി. അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നണം. തിടുക്കത്തോടെ നിങ്ങൾ അത് തിന്നണം, അത് യഹോവയുടെ പെസഹയാകുന്നു. എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് ഇത് കഴിക്കുമ്പോൾ ഒരു പ്രത്യാശ നിങ്ങളുടെ ഉള്ളിൽ വേണം. ഞങ്ങൾ പുറപ്പെടാൻ പോവുകയാണ്, ഞങ്ങളുടെ സമയമായി, ഇവിടുത്തെ പാർപ്പ് കഴിഞ്ഞു, ഞങ്ങൾ പോവുകയാണ്, ഞങ്ങൾ വിട്ടുപോവുകയാണ്. അതുകൊണ്ട് നമ്മളത് റെഡി ടു ലീവ്. ഇവിടെ ഇനി തിന്നും കുടിച്ചുമൊക്കെ സ്ഥിരമായിട്ട് താമസിക്കാനൊക്കെയല്ല, റെഡി ടു ലീവ്. ഇവിടെ വിട്ടുപോകാറായി, നാം പുറപ്പെട്ടു പോകാറായി. അതിന് മുമ്പ് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ആകെപ്പാടെ ചെരുപ്പിടുക. ആ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചേ, 11-ാം വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും. എപ്പോഴാണ് ഈ ചെരുപ്പിടുന്നത്? എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി അല്ലേ? നമ്മൾ വീട്ടിലിട്ട ചെരുപ്പ് മാറി മറ്റേ ചെരുപ്പ് ഇട്ടോ എന്നൊക്കെ ചോദിക്കും. വീട്ടിലിട്ടതൊക്കെ കെട്ടിനകത്താക്കിയിട്ടുണ്ട്, അതും വേണം. ഇപ്പം നമ്മൾ പോകാൻ റെഡി ആയിരിക്കുകയാണ്. അതുകൊണ്ട് ചെരുപ്പിട്ട് കയ്യിൽ വടിയും പിടിച്ച് നിങ്ങൾ തിടുക്കത്തോടെ, ഇനി ടൈമില്ല, ഇനി ഒന്നും എടുക്കാൻ പുറത്തോട്ട് കയറാനോ പാക്ക് ചെയ്യാനോ ഒന്നും സമയമില്ല. സോ ഈ തരത്തിലാണ്. അപ്പോൾ ഇങ്ങനെ 7 കാര്യങ്ങൾ. എന്തൊക്കെയാണ് പറഞ്ഞത്? ടേക്ക് എ ലാംബ്, ഒരു ആടിനെ എടുക്കുക, കിൽ ദാറ്റ് ലാംബ്, അതിനെ അറുക്കുക, അതിൻ്റെ രക്തം പുരട്ടുക, പിന്നെ അതിനെ ഭക്ഷിക്കുക, പുളിപ്പില്ലാത്ത അപ്പം അതിൻ്റെ കൂടെ ഭക്ഷിക്കുക, കയ്പ് ചീര അതിൻ്റെ കൂടെ വേണം, റെഡിയായിട്ട് പുറപ്പെടാൻ തയ്യാറായിട്ട് വേണം ഇത് ഭക്ഷിക്കുവാൻ. അപ്പം ഇനി ഇതിൻ്റെ മീനിങ്ങും കൂടി പലർക്കും അറിയാമായിരിക്കും, എങ്കിലും അതിൻ്റെ കൂടെ ഒന്ന് ചേർക്കുന്നത് നന്നായിരിക്കും. 1 ഈ ടേക്ക് എ ലാംബ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി പാപത്തിന് പരിഹാരമായിട്ട് മരിച്ച കുഞ്ഞാട്. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. വി നീഡ് ടു ടേക്ക് ജീസസ് ഇൻ അവർ പ്ലേസ്. യേശു എന്തിനാണ് മരിച്ചത്? ആർക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് ചോദിച്ചാൽ, യേശു എനിക്ക് വേണ്ടിയാണ്. ഐ ഹാവ് ടേക്കൺ ഹിം ആസ് മൈ സബ്സ്റ്റിറ്റ്യൂട്ട്. എൻ്റെ പകരക്കാരനായി ഞാൻ ആരെ കാണണം? ലോകരക്ഷകനായിട്ട് കണ്ടാൽ പോരുന്ന്. യേശു ലോകരക്ഷകനാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ വ്യക്തിപരമായിട്ട് നിങ്ങളോട് അപ്പീൽ ചെയ്യുകയാണ്. നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട്, ഇസ്രായേൽ മക്കൾക്ക് എല്ലാം കൂടെ ഒരു ആടിനെ എടുക്കാനല്ല പറഞ്ഞത്. അങ്ങനെയാണോ പറഞ്ഞത്? എന്ത് എളുപ്പമുണ്ടായിരുന്നു ഇസ്രായേൽ മക്കളെല്ലാം ഒരു ആടിനെ എടുത്തിരുന്നെങ്കിൽ. നോ, ദിസ് ഈസ് പേഴ്സണൽ, ദിസ് ഈസ് ഇൻറ്റിമേറ്റ്.
ഇത് വ്യക്തികളായിട്ട് ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ്. ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. റോമാലേഖനം 3:25. അത് ഇപ്പോഴും ആപ്ലിക്കബിൾ ആണ്. യേശുവിനെ ദൈവം ഇങ്ങനെ ഉയർത്തി നിർത്തിയിരിക്കുകയാണ്. കണ്ടാലും ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ലോകം നമുക്കൊന്ന് മാറ്റാം. കണ്ടാലും എൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അങ്ങനെ അപ്പം ഞാൻ വ്യക്തിപരമായിട്ട് ആരെ എടുക്കണം? യേശുവിനെ എടുക്കണം. അവൻ അറുക്കപ്പെട്ട കുഞ്ഞാടായതുകൊണ്ട് നിങ്ങളിനി അറുക്കാൻ പോകണ്ട. അവൻ അറുക്കപ്പെട്ടവനായി നിൽക്കുന്നു എന്നുള്ളത് വിശ്വസിച്ചാൽ മതി. അതുകൊണ്ടാണ് വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം. സോ വി മസ്റ്റ് ബിലീവ് ഓൺ ദ ഡെത്ത് ഓഫ് ജീസസ്. യേശു എനിക്ക് വേണ്ടിയാണ് അറുക്കപ്പെട്ടതെന്നുള്ളത് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കണം. അവിടെയാണ് വിടുതലിൻ്റെ പരിപാടി തുടങ്ങുന്നത്. ദാറ്റ് ഈസ് നമ്പർ 1. യേശുവാണ് എനിക്ക് പകരം മരിച്ചത് എന്ന് വിശ്വസിക്കുക. പിന്നെ ഈ രക്തം പുരട്ടണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ സംഹാരകൻ എന്നെ കടന്നു പോകും എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? യെസ്, ഫെയ്ത്ത്, വിശ്വസിക്കുകയാണ്. ഇത് ഞാനിങ്ങനെ യേശുവിനെ എടുത്താൽ എൻ്റെ ആകുമോ എന്ന് ചോദിച്ചാൽ, വിശ്വസിക്കുന്നവർക്കാണ് അവൻ തൻ്റെ രക്തം മൂലം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക്. സോ വിത്തൗട്ട് ഫെയ്ത്ത് യു ആർ നോട്ട് ഗോയിങ് ടു അപ്ലൈ ദ ബ്ലഡ്. ഈ ബ്ലഡ് പുരട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ബുദ്ധിമാന്മാരായ ബുദ്ധി രാക്ഷസന്മാരുണ്ടായിരുന്നെങ്കിൽ അവർ പറഞ്ഞു കാണും, സംഹാരദൂതൻ വരുന്നുണ്ടെങ്കിൽ എല്ലാവരും പിടിക്കും. ഈ ബ്ലഡ് പുരട്ടിയത് കൊണ്ടൊന്നും ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. അങ്ങനെ പറഞ്ഞവരൊക്കെ സംഹാരിയാൽ നശിച്ചു പോയി. എന്നാൽ രക്തം പുരട്ടി എന്ന് പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് ഫെയ്ത്ത് ആണ് കാണിക്കുന്നത്. നമ്മൾ വിശ്വാസത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈറ്റ് ദ ലാംബ്, ഈ കുഞ്ഞാടിനെ നമ്മൾ തിന്നണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യേശു കർത്താവ് തന്നെ പറഞ്ഞല്ലോ, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. നിങ്ങൾ എന്നെ തിന്നുന്നില്ലെങ്കിൽ എൻ്റെ കൂടെ നിങ്ങൾക്ക് പങ്കില്ല. അപ്പം നമ്മളുടെ ജീവൻ്റെ ആധാരം യേശുവാണെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഉച്ചയ്ക്ക് എല്ലാവരും ചോറ് കഴിച്ചു. എന്തിയാ ചോറെന്ന് ചോദിച്ചാൽ വേർ ഈസ് ദ ചോർ, വേർ ഈസ് ദ റൈസ് ദാറ്റ് യു ഹാവ് കൺസ്യൂംഡ് എന്ന് ചോദിച്ചാൽ, നോ, ഇറ്റ് ഹാസ് ബിക്കം പാർട്ട് ആൻഡ് പാഴ്സൽ ഓഫ് യു ആൻഡ് ഇറ്റ് ഈസ് ബിക്കമിങ്. അത് മുഴുവൻ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ വേണമെങ്കിൽ ഛർദ്ദിപ്പിച്ചാൽ കുറച്ചൊക്കെ കിട്ടും, എങ്കിലും മുഴുവൻ കിട്ടുകയല്ല. കുറേയൊക്കെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗമായി അന്നേരം തൊട്ടൊരു പ്രക്രിയ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ കുടിച്ച വെള്ളവും നിങ്ങൾ കഴിച്ച അച്ചാറും കഴിച്ച ചോറും ഒക്കെ നിങ്ങളുടെ ശരീരത്തിൻ്റെ, അതുകൊണ്ടാണ് ഉപ്പ് കുറയ്ക്കണം, ഷുഗർ കുറയ്ക്കണം എന്നൊക്കെ പറയുന്നത്. അതെല്ലാം അകത്തേക്ക് പോയാൽ പിന്നെ തിരിച്ചെടുക്കൽ വലിയ പാടാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു നിൻ്റെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ വിശ്വസിച്ച് അവനെ നാം ഹൃദയത്തിൽ ഏറ്റു എന്നൊക്കെ പറഞ്ഞാൽ ആലങ്കാരികമാണ്. ഇത് നിൻ്റെ ജീവനായിട്ട് മാറണം. അവിടെ അൺലെവൻഡ് ബ്രെഡ്, പുളിപ്പില്ലാത്ത അപ്പം കഴിക്കാൻ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, പാപത്തിൻ്റെ ദുരുപദേശങ്ങളെല്ലാം നമ്മിൽ നിന്ന് നീക്കിക്കളയും. നിൻ്റെ അതിർത്തിക്കകത്തെങ്ങും പുളിച്ച മാവ് കാണാൻ പാടില്ല. അത് കംപ്ലീറ്റ് മാറ്റിക്കളയണം. പാപത്തെ റിമൂവ് ചെയ്യണം. പിന്നെ അതിൻ്റെ കൂടെ ഒരു സാധനം കൂടെ തിന്നണമെന്ന് പറഞ്ഞല്ലോ, കയ്പ് ചീര. ഇത് ഭയങ്കര കയ്പുള്ളൊരു അനുഭവമാണ്. പാപത്തിൻ്റെ രസങ്ങളൊക്കെ മാറ്റിക്കളഞ്ഞ് കർത്താവാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആഹാരം എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി കഴിക്കും കേട്ടോ. പക്ഷെ വായിക്ക് കഴിച്ചാലും കുഴപ്പമില്ല, വയറ്റിൽ അല്ലെങ്കിൽ വയറ്റിൽ കഴിച്ചാലും വായിക്ക് മധുരമായിട്ടിരിക്കും. അതുകൊണ്ട് ജീവിതം അവസാനം മധുരിക്കും. ഇപ്പോൾ കയ്പ് ചീര, ബിറ്റർനെസ്, അതായത് പാപത്തെ ത്യജിച്ച് കളയുന്നതിലൊരു വിഷമമൊക്കെ ഉണ്ട്, ഒരു പ്രയാസമൊക്കെ ഉണ്ട്. സാരമില്ല, അത് നമുക്ക് ആരോഗ്യത്തിനും ജീവനും ഒക്കെ കാരണമായിട്ട് മാറും. ഇറ്റ് ഷോസ് ചേസനിങ്, നമ്മളെ നിരന്തരം ശുദ്ധീകരിക്കുന്ന ഈ പുളിപ്പില്ലാത്ത അപ്പവും അതുപോലെ തന്നെ കയ്പ് ചീരയും കാണിക്കുന്നത്. പുളിപ്പ് നീക്കി കളയണം, കയ്പ് കഴിക്കുകയും വേണം. ഇച്ചിരി കഷ്ടതയൊക്കെ അനുഭവിക്കണമെന്ന്. അതുകൊണ്ടല്ലേ കഷ്ടതയുടെ കയ്പിൻ്റെ പാനപാത്രം കുടിക്കാൻ തന്നാലും എന്നൊക്കെ ഇടയ്ക്ക് പാടുന്നത്. അപ്പോൾ പാടുമ്പോൾ അങ്ങ് പാടി വിടുന്നതിൻ്റെ അർത്ഥം കൂടെയൊക്കെ ഒന്ന് ആലോചിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ട്. ആൻഡ് ഫൈനലി റെഡി ടു ലീവ് മീൻസ് പ്രത്യാശ. നമുക്ക് ഹോപ്പുണ്ട്. ഇങ്ങനെ ഞാൻ നിന്നാൽ എന്നെ ചേർക്കുവാൻ കർത്താവ് വരും. മരണം കൊണ്ട് സംഹാരദൂതൻ വരുമ്പോൾ എൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല. അതിനപ്പുറത്തേക്കുള്ള ഒരു പ്രത്യാശ എനിക്കുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളാണ് വിടുതലിനകത്ത് ഇൻവോൾവ് ആയിട്ട് ഇരിക്കുന്നത് എന്നുള്ളത്. നമ്മുടെ പെസഹാ കുഞ്ഞാടും അറക്കും. അതുകൊണ്ട് ഇനി ആഴ്ച തോറും ആരും ബലി കഴിക്കാൻ പോകേണ്ടതില്ല. ഒരിക്കലായിട്ട് അവൻ നമുക്കായിട്ട് ബലിയായിരിക്കുന്നു. വിശ്വാസത്തിൽ അത് നമ്മളുടേത് ആക്കി തീർക്കണം. സോ ദൈവത്തിൻ്റെ പവർ ആൻഡ് ദൈവത്തിൻ്റെ കൃപയാൽ കുഞ്ഞാടിൻ്റെ രക്തം, ഇത് രണ്ടുമാണ് അവർ. പക്ഷെ അതുകൊണ്ടും തീർന്നില്ല കേട്ടോ. അത് 13ഉം 14ഉം അധ്യായം കൊണ്ട് നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ക്രോസിങ് ഓഫ് ദ റെഡ് സീ ആണ്. അവർ ചെങ്കടൽ കടന്നു, ഇല്ലേ? അവർ ചെങ്കടലും കൂടി കടക്കുകയാണ്. ചെങ്കടൽ കടന്നിട്ടാണ് പിന്നെയും അവരുടെ യാത്ര മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ചെങ്കടൽ കടക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോഴും ദൈവത്തിൻ്റെ ശക്തിയുടെ വ്യാപാരമാണ് അവിടെ കാണുന്നത്. ഇനിയും ദൈവം നിന്നെ വിടുവിക്കുവാൻ മാത്രമല്ല, ഇനി മുന്നോട്ട് നയിക്കുവാനും ദൈവശക്തി നിനക്ക് വേണ്ടി
വ്യാപരിക്കുന്നു, ദൈവം നിൻ്റെ കൂടെ ഉണ്ട്. നമുക്കൊരു വാക്യം വായിച്ചിട്ട് ഒന്നോ രണ്ടോ വാക്യങ്ങൾ വായിച്ചിട്ട് നിർത്താം. 13-ാം അധ്യായത്തിൻ്റെ 21-22, ചാപ്റ്റർ 13, 11, 21 and 22. 13-ാം അധ്യായത്തിൻ്റെ 21-22. അപ്പോൾ ഇപ്പോൾ ആ വാക്യം നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ആ ആശയം തീരണമെങ്കിൽ ഒരു 2-3 മിനിറ്റും കൂടി നമുക്ക് ചിലവഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ 21-ാം വാക്യം ഇപ്പോൾ 2 പ്രാവശ്യം വായിച്ചു, ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. അവരുടെ കൂടെ ദൈവത്തിൻ്റെ ശക്തി പിന്നെയും വ്യാപരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവർ രാവും പകലും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും ആര് പോയിക്കൊണ്ടിരുന്നു? ദൈവം അവർക്ക് മുമ്പായി. പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ധാരണ, മേഘം ഉണ്ടായിരുന്നു, അഗ്നി ഉണ്ടായിരുന്നു, അതുകൊണ്ട് വെളിച്ചം കാണാനും കുഴപ്പമില്ലായിരുന്നു, വെയിലടിച്ചാലും കുഴപ്പമില്ലായിരുന്നു. എന്തുണ്ടായിരുന്നു? രാത്രി വെളിച്ചത്തിന് മേഘം ഉണ്ടായിരുന്നു, പകല് വെയിൽ കൊള്ളാതിരിക്കാൻ മേഘം ഉണ്ടായിരുന്നു. പക്ഷെ ആരാ ഉണ്ടായിരുന്ന വാസ്തവത്തിൽ? ആരാ വാസ്തവത്തിൽ ഉണ്ടായിരുന്നത്? മേഘമാണോ ഉണ്ടായിരുന്നത്? ദൈവം മേഘമായി പ്രത്യക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഈ മേഘം തന്നെ ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിച്ചേ. ആരുണ്ടായിരുന്നെന്നാ പറഞ്ഞത്? യഹോവ വാസ് ദേർ. ദൈവം അവരുടെ കൂടെ ഉണ്ടായി. അപ്പം ദൈവം അവരെ വിടുവിച്ചിട്ട്, അവരെ ഉദ്ധരിച്ചിട്ട് കൈവിട്ടിട്ടില്ല. ദൈവം അവരുടെ കൂടെ ഉണ്ട്. നമ്മളെ വിടുവിക്കുന്നവൻ എന്താ പറഞ്ഞത്? ഞാൻ നിന്നെ ഒരിക്കലും അനാഥനായി കണ്ടാലും ലോകാവസാനത്തോളം. അതെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. വിടുവിച്ചിട്ട് നമ്മുടെ കൂടെ ദൈവം ഇരിക്കുകയാണ്. നമുക്ക് വെയിലാണെങ്കിൽ അവൻ തണലാകുന്നു, ഇരുട്ടാണെങ്കിൽ അവൻ വെളിച്ചമാകുന്നു, ആഹാരമില്ലെങ്കിൽ മന്ന പൊഴിയുന്നു, വെള്ളമില്ലെങ്കിൽ, അതാണ് നമ്മളിനി അടുത്ത അധ്യായങ്ങളിലൊക്കെ കാണുന്നത്. വാട്ട് എവർ യു നീഡ് അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന, നമ്മളെ വിളിച്ചിറക്കിയ ദൈവം നമ്മളെ എത്തുന്ന സ്ഥലം വരെ എത്തിക്കേണ്ടതായിട്ടുള്ള എല്ലാ പ്രൊവിഷൻസും തക്ക സമയത്ത് കൂട്ടിച്ചേർത്ത് നൽകുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ. അപ്പം ദൈവത്തിൻ്റെ പവർ നമ്മളെ വിടുവിക്കാൻ മാത്രമല്ല, ടു പ്രിസർവ് യു ഓൾസോ. ദ പവർ ഓഫ് ഗോഡ് നോട്ട് ഓൺലി ഡെലിവേഴ്സ് യു ബട്ട് ഇറ്റ് പ്രിസർവ്സ് യു. ഇപ്പോൾ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചോ? ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ നാം ഫറവോൻ്റെ ആധിപത്യത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, നാം സുരക്ഷിതരായി ചെന്നെത്തേണ്ട സ്ഥലം വരെ നമ്മളെ എത്തിക്കുന്നതിനും കൂടെ ദൈവത്തിൻ്റെ ശക്തി നമ്മളുടെ കൂടെ വ്യാപരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവർ വിടുതൽ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമുണ്ടായതുകൊണ്ട് ഒരു പാട്ട് പാടിയ കാര്യമാണ് 15-ാം അധ്യായം, സോങ് ഓഫ് ദ റെഡീംഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതെല്ലാം ഞാനിപ്പം വിവരിക്കുന്നില്ല. അവർ പാട്ടുപാടി. ഇനി ഇതുപോലത്തെ ഒരു പാട്ട് സ്വർഗത്തിൽ പാടാനുണ്ട് അല്ലേ? അവർ കുഞ്ഞാടിൻ്റെ പാട്ടും മോശയുടെ പാട്ടും പാടി. വിക്കനായ മോശയും പാട്ടുപാടി. കണ്ടോ? പ്രസംഗിക്കാനേ വിഷമം ഉണ്ടായിരുന്നുള്ളൂ, പാട്ട് പാടിയപ്പം യാതൊരു വിഷമവും ഇല്ല. നന്നായിട്ട് അദ്ദേഹം. അതുകൊണ്ട് ആരെങ്കിലും പാട്ട് പാടാൻ അറിയത്തില്ലെന്ന് പറഞ്ഞ് ഇതുകൊണ്ട് വെറുതെ പറയുന്നത് കേട്ടോ. പാട്ടൊക്കെ സന്തോഷമായിട്ട് പാടി ഈ യാത്രയിൽ, സിയോൻ യാത്രയതിൽ നമ്മൾ മുന്നോട്ട് സന്തോഷമായിട്ട് പോകണം. ഇനി ആരും പാടിയിടാത്ത പാട്ട് നമ്മൾ പാടിടും. അങ്ങനെ ഒരു സമയമുണ്ട്. അങ്ങനെ ഒരു പാട്ടും കൂടെ പാടാനുണ്ട്. ആ ഒരു ഗമനത്തിലാണ് നമ്മളെ ഇങ്ങനെ പ്രിസർവ് ചെയ്ത് അവിടെ കൊണ്ടെത്തിക്കുവാൻ നമ്മുടെ ദൈവം മതിയായവനാണ്. ഈ യാത്ര പിന്നെ ഒരു 40 കൊല്ലത്തേക്ക് തുടരുന്നുണ്ട്. ഈ 40 കൊല്ലത്തിലും നമുക്ക് ആവശ്യമുള്ളതെല്ലാം തക്ക സമയത്ത് ദൈവം പ്രൊവൈഡ് ചെയ്യുന്ന കാര്യമാണ് 15-ാം അധ്യായത്തിലും 16-ാം അധ്യായത്തിലും 17-ാം അധ്യായത്തിലും പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 19-ലെത്തണം. അപ്പം 15, 16, 17 ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ വായിച്ചാൽ മതി. ആ അധ്യായങ്ങളിലൊക്കെ ഈ പുറപ്പെടുവിച്ച ജനത്തെ എങ്ങനെയാണ് ദൈവം മുന്നോട്ട് നയിച്ചതെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു രൂപം ഈ പുറപ്പെടുവിക്കലിനെ കുറിച്ച് കിട്ടിക്കാണും എന്ന് ഞാൻ കരുതുന്നു. എന്നാൽ പുറപ്പാട് കഴിഞ്ഞ ഉടനെ നമ്മളുടെ ഒരു പൊതുധാരണ എന്താണെന്ന് ചോദിച്ചാൽ, ഈ പുറപ്പെടുവിച്ച ജനത്തെ ഇപ്പോൾ കേട്ടതുപോലെ നമുക്ക് പ്രൈസ് ദി ലോർഡൊക്കെ പറഞ്ഞ്, വെള്ളം വേണ്ടപ്പം വെള്ളം, മന്ന വേണ്ടപ്പം മന്ന, ചെങ്കടൽ പിളരേണ്ടപ്പം ഇത്ര ശക്തനായ ദൈവം, എന്നെ രക്ഷിച്ച ദൈവം, എന്നെ പ്രിസർവ് ചെയ്യുന്ന ദൈവം. പക്ഷെ ഒരു കാര്യം മറന്നു പോകരുത്. എന്തിനാ വിടുവിച്ചേ? അതിതുവരെ നടന്നില്ലല്ലോ. ഇതെപ്പോഴാണ് നടന്നോ? അപ്പോൾ അതുകൊണ്ട് ഇനി ആരാധിക്കുവാനായിട്ടുള്ള ചട്ടങ്ങളും പ്രമാണങ്ങളും ഒക്കെ പുറകെ തരാനായിട്ട് ഇരിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഓർക്കണം. 15-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം ഒന്ന് വായിക്കുന്നത് നല്ലതാ. 15-26. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ആദ്യമായിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു വെളിപ്പാടാണ്.
ഇത് ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം ദൈവം സൗഖ്യമാക്കുന്നവനാണെന്ന്. ബട്ട് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഗോഡ് റിവീൽ ദാറ്റ് ഐ എം യഹോവ റാഫ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ് എന്ന് ദൈവം ആദ്യം വെളിപ്പെടുത്തിയത് ഇവരുടെ യാത്രയിൽ. കാരണം ഇവരുടെ ഈ മുമ്പോട്ടുള്ള യാത്രയിൽ ഇനി പല വിധത്തിലുള്ള രോഗങ്ങളൊക്കെ അവരെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഹെൽത്ത് ഹൈജീനൊക്കെ നോക്കിയാൽ ഒരുപാട് വൈതരണികളുണ്ട്. അപ്പോൾ ദൈവം ഒരു അഷ്വറൻസ് കൊടുക്കുകയാണ്, ഞാൻ മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് മാത്രമല്ല, ഐ വിൽ ബി യുവർ ഹെൽത്ത്, ഞാൻ നിങ്ങളുടെ ആരോഗ്യമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് നമ്മളെ പ്രിസർവ് ചെയ്യുന്നത്, അല്ലേ? ആർക്കും ബോധ്യമില്ലെന്ന് തോന്നുന്നു. ഇന്ന് നിങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രിസർവേഷൻ കൊണ്ടാണ്. നമ്മൾ ആരോഗ്യമുള്ളവരായിട്ട് ഇരിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ പ്രൊവിഷനാണ്, ഇല്ലേ? ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു പനി പിടിച്ചാൽ മതി, ഒരു തലവേദന വന്നാൽ മതി. എന്നാൽ അതില്ലാതെ ഇന്നിവിടെ ഇരിക്കുവാൻ എന്നെയും നിങ്ങളെയും പ്രാപ്തനാക്കുന്ന ദൈവത്തിന് സ്തോത്രം. നമുക്ക് രോഗം വന്നിട്ട് ദൈവം സൗഖ്യമാക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്കിപ്പോൾ ഉള്ള ആരോഗ്യം തന്നെ അവൻ സൗഖ്യമാക്കുന്ന ദൈവമായതുകൊണ്ടാണ്. അങ്ങനെ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ ഓരോ ദിവസവും അവർക്ക് പുതിയതായിട്ട് കൊടുത്തുകൊണ്ടിരുന്നു. 16-ാം അധ്യായത്തിൽ 15-ാം വാക്യം, പിന്നെ മോശ ഒരു യാഗപീഠം പണിതു, അതിന് യഹോവ നിസി, യഹോവേൻ്റെ കൊടി എന്ന് പേരിട്ടു. അപ്പോൾ ദൈവം ജയം നൽകുന്നവനാണെന്ന് വെളിപ്പെടുത്തി. ഇങ്ങനെ ഓരോ അധ്യായം കഴിയുമ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള പുതിയ പുതിയ ഉൾക്കാഴ്ചകൾ, വെളിപ്പാടുകൾ അവർക്ക് നൽകിക്കൊണ്ടാണ് ദൈവം അവരെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്നത്. അങ്ങനെ പോയിട്ട് 19-ാം അധ്യായത്തിലെ ഒരു വാക്യം വായിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. 19-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ മിസ്രയീമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് ഒരു പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജത്വവും വിശുദ്ധ ജനവും ആകും. അപ്പോൾ ദൈവം അങ്ങനെ ആക്കാനായിട്ടുള്ളൊരു പ്രക്രിയ തുടങ്ങാൻ പോവുകയാണ്. നിങ്ങൾ എന്തായിരിക്കും എന്നാണ് പറഞ്ഞത്? നമുക്ക് പുതിയ നിയമത്തിലല്ല നിങ്ങളൊരു പുരോഹിത രാജത്വവും വിശുദ്ധ ജനവുമായിരിക്കും എന്നൊക്കെ പറഞ്ഞത്. ഇത് പണ്ടേ പറഞ്ഞതാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഇങ്ങനെ തുടരുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ബിക്കം എ ഹോളി പീപ്പിൾ, യു വിൽ ബിക്കം എ ഹോളി പ്രീസ്റ്റ്ഹുഡ്. നിങ്ങളൊരു പുരോഹിത രാജത്വമാകും, നിങ്ങളെനിക്കൊരു സ്വന്തം ജനമാകും, നിങ്ങളൊരു വിശുദ്ധ ജനമാകും. അതൊന്നുമല്ല, എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് നിങ്ങളെനിക്കൊരു പ്രത്യേക സമ്പത്തായിരിക്കും. നിങ്ങളെനിക്കൊരു പ്രത്യേക, നമുക്ക് പല പേനകളുണ്ട്, പല പുസ്തകങ്ങളുണ്ട്. ആരെങ്കിലുമൊക്കെ പേന ചോദിച്ചു വന്നാൽ നമ്മൾ ഈ പേന ഇതെനിക്കൊരു പ്രത്യേക സമ്പത്താണ്, ഈ ബുക്ക് ഞാൻ തരികയല്ല, ഇതെനിക്കൊരു പ്രത്യേക എന്ന് പറയാറില്ലേ? അങ്ങനെയാണെങ്കിൽ കർത്താവ് പറയാണ്, നിന്നെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല, നിന്നെ ഞാൻ ഇങ്ങനെ വിടുവിച്ചെങ്കിൽ നീ എനിക്കൊരു പ്രത്യേക സമ്പത്താണ്. നമ്മൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സമ്പത്താണ്. ആ തരത്തിൽ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുവാൻ, അതല്ലേ പറഞ്ഞത്, കഴുകന്മാരുടെ ചിറകിലൊക്കെ നമ്മളെ വഹിച്ച് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ശ്രേഷ്ഠമായിട്ടുള്ള പ്രത്യേകതയുള്ള ഒരു ജാതി. അപ്പോൾ ദൈവം ഒരു എക്സ്പെക്റ്റേഷൻ നമ്മുടെ ഭാഗത്തു നിന്നുണ്ട്. എന്താണ്? നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ. അങ്ങനെ ചെയ്തെങ്കിൽ, അപ്പോൾ അതിന് ദൈവത്തിൻ്റെ വാക്കും ദൈവത്തിൻ്റെ പ്രമാണവും കിട്ടിയില്ലല്ലോ ഇതുവരെ. കിട്ടിയോ? അത് തരാൻ പോവുകയാണ് അടുത്ത ആഴ്ച. നമുക്ക് അടുത്ത ആഴ്ച ദൈവത്തിൻ്റെ വാക്കും ദൈവത്തിൻ്റെ പ്രമാണവും എന്താണെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പുറപ്പാട് കഴിഞ്ഞാൽ ഉടനെ പിന്നെ യാത്ര അങ്ങ് തുടരുകയല്ല. ദൈവം പറഞ്ഞു, യാത്ര നിർത്തുക, ഞാൻ എൻ്റെ പ്രമാണം തരാം, എൻ്റെ വാക്ക് അറിയിച്ചു തരാം, ഇതനുസരിച്ച് വേണം ഇനി നിങ്ങൾ മുമ്പോട്ട് യാത്ര ചെയ്യാൻ. അങ്ങനെ ചെയ്താൽ നിങ്ങൾ എനിക്ക് പ്രത്യേക സമ്പത്തായിരിക്കും, ഞാൻ നിങ്ങളുടെ സൗഖ്യദായകനായിരിക്കും, ഞാൻ നിങ്ങൾക്ക് ജയമായിരിക്കും, ഞാൻ നിങ്ങൾക്ക് പലതുമായിരിക്കും. ആ തരത്തിലാണ് ദൈവം അവരെ മുമ്പോട്ട് നയിച്ചത്. ഇതേ ദൈവം തന്നെയാണ് ഇന്നും നമ്മെ നയിക്കുന്നത്. അതുകൊണ്ട് നമ്മളെയും വിടുവിക്കുകയും നമ്മളെയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ദൈവത്തിന് നമുക്ക് 1000 സ്തോത്രം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, വീണ്ടും പ്രാർത്ഥനയ്ക്കായിട്ട് ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. പുറപ്പാട് പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗം പരിശോധിക്കുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. നീട്ടിയ ഭുജത്താലും ബലമുള്ള കരുത്താലും നീ ഞങ്ങളെ വിടുവിച്ചതോർത്ത് ഞങ്ങൾ നിൻ്റെ നാമത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഫറവോൻ്റെയും പാപത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ കരകയറ്റിയതിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. അതുമാത്രമല്ല, അവിടുത്തെ രക്തത്താൽ കർത്താവ് ഞങ്ങളെ കഴുകി വെടിപ്പുള്ളവരാക്കിയതോർത്ത് കർത്താവ് ഞങ്ങൾക്ക് വിശുദ്ധിയും വെടിപ്പും കർത്താവിൻ്റെ പ്രമാണങ്ങളൊക്കെ വെളിപ്പെടുത്തി ഞങ്ങളെ കർത്താവ് ഒരു ശ്രേഷ്ഠ ജാതിയായി, ഒരു പുരോഹിത രാജ്യത്വമായി നടത്തുവാൻ തക്കവണ്ണം അവിടുന്ന് കാണിച്ച വലിയ കരുണയ്ക്കായിട്ട് ഞങ്ങൾ നിൻ്റെ നാമത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇത് നിൻ്റെ സ്നേഹമാണ്. നിൻ്റെ വചനം അനുസരിച്ച് നടക്കുവാൻ, നിൻ്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. നീ കർത്താവ് ഞങ്ങൾക്ക് നിഴലായി, വെളിച്ചമായി, ഞങ്ങളുടെ കൂടെ സന്തത സഹചാരിയായി കൂടെ ഇരിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നിൻ്റെ നാമത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും
വചനം കേട്ട എല്ലാവരെയും നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. കർത്താവ് വരുന്ന ദിവസങ്ങളിൽ നിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാനും നിൻ്റെ കൃപകളെ കർത്താവ് പ്രാപിക്കുവാനും നിനക്ക് വേണ്ടി പ്രയോജനമുള്ള ദാസന്മാരായി തീരുവാനും ഞങ്ങളെ ശക്തീകരിച്ചാട്ട് തിരുനാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.